ഓക്കെ, സോ എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. നമ്മൾ ഫസ്റ്റ് ദിവസം കുറേ കാര്യങ്ങൾ സംസാരിച്ചു മാർക്കറ്റിങ്ങിനെ കുറിച്ച്. അന്ന് നമ്മൾ സെഷൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളൊന്ന് പുഷ് ചെയ്ത് സെയിൽസിൻ്റെ അടുത്തതാണ്. അന്ന് വീണ്ടും ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ പ്രയോറിറ്റി കണ്ടന്റ് എടുത്ത് തീർക്കലല്ല, നിങ്ങളത് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇന്നും അത് തന്നെയാണ് പ്രയോറിറ്റി. പക്ഷേ നമ്മൾ ഇന്ന് സെഷൻ എന്തായാലും അവസാനിപ്പിക്കും. ഓക്കെ, അധികം സമയം നമ്മൾ ഇതിനെ കളയുന്നില്ല, നമ്മൾ നേരെ അടുത്ത സെഷനിലേക്ക് കടക്കുവാണ്. മാർക്കറ്റിംഗ്. അതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓടിച്ചു വിട്ട് പറയുവാണ്. നമ്മളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, എങ്കിലും ജസ്റ്റ് ഓടിച്ചു വിടുകയാണ്. നമ്മൾ കരിയർ കണക്സ് എന്ന കമ്പനിയാണ്. ഡൈസ് ഗ്ലോബൽ നമ്മൾ മറ്റൊരു ഓർഗനൈസേഷനാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, HR മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നു. അക്കൗണ്ടിങ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഏകദേശം 200 സ്ഥാപനം നമ്മൾ സർവീസ് യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പറഞ്ഞ എല്ലാ അറിവുകളും എനിക്ക് ഐ ഹാവ് ലേൺ ഫ്രം മെനി ടീച്ചേഴ്സ് ഹു ആർ ദി മാസ്റ്റേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി. ഈ മാർക്കറ്റിംഗ് സെഷൻ പറഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇത് ബേസിക്കലി ആർക്കുള്ളതാണെന്ന് പറഞ്ഞു, മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഓക്കെ, സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ചാലഞ്ച്. ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ചാലഞ്ചസ് ആണെന്ന് എല്ലാവരും നമ്മളൊന്ന് സംസാരിച്ചിരുന്നു. എന്തൊക്കെ ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നു, മാർക്കറ്റിംഗ് വേഴ്സസ് സെയിൽസ് എന്താ ഡിഫറൻസ്, ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് മാർക്കറ്റിംഗ്. നമ്മൾ വലിയ സെയിൽസ് ഗോളൊക്കെ സെറ്റ് ചെയ്യും, പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ആണ്. ദ മോർ ബ്രാഞ്ചസ് വി ഹാവ്, ദ മോർ ഫ്രൂട്ട്സ് വി ഗെറ്റ്. ഇതാണ് ഒരു ബേസിക് കൺസെപ്റ്റ്. പിന്നെ നിങ്ങളുടെ ഒരു പൊസിഷനാണ്, നിങ്ങളാണ്, യു ആർ ദി ഹാൻഡ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. സോ ദാറ്റ് ഇസ് ദി ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദി ത്രെറ്റ്. സോ നമ്മൾ പ്രോപ്പർ അല്ല, നമുക്ക് അഡ്മിഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഹെൽപ്പിംഗ് അസ്. ആൻഡ് ദി ബിഗസ്റ്റ് കോസ്റ്റ് ഇൻ ബിസിനസ് ഇസ് ബേസിക്കലി കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. അതുകൊണ്ട് വരുന്ന ഓരോ ലീഡ്സും പ്രഷ്യസ് ആണ്. എല്ലാ ലീഡ്സും, ഒരു ലീഡ് പോലും നമ്മൾ മിസ് ചെയ്യാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സെക്രട്ടറി പറഞ്ഞു, അക്കാഡമിക് മാർക്കറ്റിംഗ് പറഞ്ഞു. വൈ ഡു വി മാർക്കറ്റ്? 3 റീസൺസ് ആണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, വിസിബിലിറ്റിയാണ്. ഇങ്ങനെ ഒരാൾ മാർക്കറ്റിലുണ്ട് എന്ന് നമ്മൾ നിരന്തരം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എല്ലാ മാർക്കറ്റിങ്ങും സെയിലായി കൺവേർട്ട് ചെയ്യണമെന്നില്ല, അത് ഫ്യൂച്ചറിലേക്കുള്ള സെയിലായിട്ട് മാറും. ചെറിയ എക്സാമ്പിൾ, ഇന്ന് നമ്മുടെ നാട്ടിലൊരു പുതിയ ബ്രാൻഡ് വന്നു, ഫ്രൂട്ട്സിന്റെ. ഞാൻ എൻ്റെ ശ്രദ്ധയിലേ വന്നിട്ടില്ല, പക്ഷേ റീസെൻ്റ്ലി അവർ കൺസിസ്റ്റൻ്റ് എല്ലാ ആഴ്ചയും എനിക്കൊന്ന് സാറ്റർഡേയ്സിൽ അവർ പോസ്റ്റർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതെൻ്റെ ശ്രദ്ധയിൽ വന്നു. ഫ്രൂട്ട്സ് എന്നാണ് ഓർഗനൈസേഷൻ്റെ പേര്. നല്ല ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഇന്ന് എനിക്ക് ചെറിയൊരു ഫീലിംഗ് അവിടെ നിന്ന് പോയാലോ എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ വിസിബിലിറ്റി ഉണ്ടാക്കി വെക്കുക. ദാറ്റ് ബ്രിങ്സ് ഇൻ ക്രെഡിബിലിറ്റി, ആൻഡ് ക്രെഡിബിലിറ്റി ബ്രിങ്സ് ഇൻ പ്രഡിക്റ്റബിൾ ലീഡ് ജനറേഷൻ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ സംസാരിച്ചു. ആൻഡ് ഹൗ ഷുഡ് ബി മാർക്കറ്റിംഗ് ചെയ്യേണ്ട ഒക്ടോബസ് മെത്തേഡിലാണ്. ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഭാഗങ്ങളിലേക്ക് നമ്മൾ റീച്ച് വരണം. വിച്ച് ക്യാൻ ബി ഫിസിക്കൽ ഇൻ ദി മോഡ് ഓഫ് പേപ്പർ ഇൻസേർട്സ്, ബാനേഴ്സ്, പോസ്റ്റേഴ്സ്, ഇവന്റ്സ്, കോൺവൊക്കേഷൻസ്, and virtually through website, local business directly, Google My Business, social media, podcast and media advertisements. And people don't like to be sold direct. വിൽക്കുന്നത് നമുക്ക് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷെ എനിക്ക് വാങ്ങാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, വി ഹാവ് ടു ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി. അവരെ നമ്മൾ നേർച്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സെല് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വി ബിൽഡ് ട്രസ്റ്റ്. ടെസ്റ്റിമോണിൽ വെച്ച് നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ക്രെഡിബിലിറ്റി ചെയ്യും. അത് കൂടാതെ നമ്മൾ ഡിസയർ, ഇതിനാണ് നമ്മൾ 4 ലെഗ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ മറ്റ് ലീഡ് സോഴ്സസ്, ഇതൊക്കെ നമ്മുടെ സെന്റേഴ്സ് പലപ്പോഴും നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെ അകത്ത് 1-2 ലീഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ആഡിൽ നിന്ന് കിട്ടുന്ന ലീഡാണ് ഇന്ന് മെജോറിറ്റി ഓർഗനൈസേഷൻ്റെയും ഫുഡ് എന്ന് പറയുന്നത്. പക്ഷേ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും, ഇപ്പൊ ജോർജ് സാറൊക്കെ എത്ര വർഷങ്ങളായി സെന്റർ നടത്തുന്നതാണ്, ഇവിടെ ഒരുപാട് സീനിയേഴ്സ് കൂടെ ഇരിക്കുന്നത്, ഇവരൊന്നും ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ടല്ല ഇതുവരെ സർവൈവ് ചെയ്തത്. മാൻഡേറ്ററി ആണ് ഡിജിറ്റൽ പ്രസൻസ്, സോഷ്യൽ മീഡിയ അക്കൗണ്ട് മാൻഡേറ്ററി ആണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ച് സംസാരിച്ചിരുന്നു, കുറേ വർഷം, 22 വർഷമായിട്ട് റൺ ചെയ്യുന്നതാണ്. അവർ കൺവെൻഷണൽ മെത്തേഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, സ്റ്റിൽ ദേ ആർ സർവൈവിങ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത്, ഈ സർവൈവൽ മോഡിൽ നിന്ന് വിന്നിങ് മോഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ അക്കൗണ്ട് മസ്റ്റ് ബി സ്ട്രോങ്. ബിക്കോസ് നമ്മൾ കാറ്റർ ചെയ്യുന്ന ജെൻസി എല്ലാവരും ഈ ഫോണിലാണുള്ളത്, ആൻഡ് ദേ ആർ ഓൾ ഓൺ സോഷ്യൽ അക്കൗണ്ട്. അവർ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ റിവ്യൂ ആണ്, എന്തൊക്കെയാണ് കസ്റ്റമർ നിങ്ങളെ കുറിച്ച് പറയുന്നതാണ്. നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും നിങ്ങളുടെ ഫേസ്ബുക്ക് ഒക്കെയാണ് അവർ നോക്കുക. ഫേസ്ബുക്കിൽ പോലും അവർ കയറുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലാണ് മെജോറിറ്റി ആൾക്കാരും അവൈലബിൾ ആയിട്ട്. പ്രൊഫഷണൽ അക്കൗണ്ട് ആണെങ്കിൽ ലിങ്ക്ഡിൻ. അപ്പോൾ ഇത് മാത്രം അല്ലാതെയും ഒരുപാട് സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ലീഡ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യരുത്. മാർക്കറ്റിംഗിൽ ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വിച്ച് ഇസ് ബേസിക്കലി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ റവന്യൂ ഷെയറിംഗ് മെത്തഡാണ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞത്. ഇപ്പം 1-2 മോഡൽസ് നമുക്കും അങ്ങനെ ഉണ്ട്. നമ്മൾ 1-2 പാർട്ട്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അഡ്മിഷൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവർ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കെയർ ഓഫിൽ ആൾ വരികയാണ്, ഒരു പെർസെൻറ്റേജ് തരാമെന്നൊക്കെ അവർ നോർമലി എല്ലാവരോടും പറയാറുണ്ട്. സോ ദാറ്റ്സ് കോൾഡ് ബേസിക്കലി അസോസിയേറ്റ്. ഞാൻ റെഫറൻസ് കൊടുക്കുന്നു, ഐ ഗെറ്റ് റവന്യൂ. ഇതേപോലെ നിങ്ങൾക്ക് അസോസിയേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അസോസിയേറ്റ്സ് എപ്പോഴും ക്രെഡിബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കണം. കാരണം അവർ പറഞ്ഞാൽ വരുന്നു തോന്നുന്ന കേസിൽ നിങ്ങൾക്ക്
അസോസിയേറ്റ്സിന് ചെയ്യാം. 2 പ്രൊമോട്ടേഴ്സ് ആണ്. പ്രൊമോട്ടേഴ്സ് റവന്യൂ ഇല്ലാതെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഈ അസോസിയേറ്റ്സിന്റെ ഒരു എക്സാമ്പിളാണ് കുടുംബശ്രീ പോലുള്ള ഓർഗനൈസേഷൻസ്. അതിന്റെ കുറെ മെമ്പേഴ്സ്, നിങ്ങൾക്കറിയാം, പേരൊന്നും പറയുന്നില്ല. അങ്ങനെ കുടുംബശ്രീ പോലുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, സോഷ്യൽ സർവീസ്. അവർക്കൊക്കെ ഒരു വരുമാനം കിട്ടണം, അവരും ഹാപ്പി ആവും, നമുക്ക് അഡ്മിഷൻ കിട്ടണം, നമുക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ റവന്യൂ ലീഡ് സോഴ്സസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓരോ ആൾക്കാർ എത്ര ലീഡ് സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്? അസോസിയേറ്റ്സ് യൂസ് ചെയ്യുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അസോസിയേറ്റ്സ് ഉള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ദേ ഗിവ് യു റെഫറൻസ് ആൻഡ് യു പേ ദം. ഏറ്റവും നല്ല മെത്തേഡാണ്, ഏറ്റവും നല്ല മെത്തേഡ്. യെസ്, യെസ്. ഓക്കെ, പ്രൊമോട്ടേഴ്സ് ഉള്ള എത്ര പേരുണ്ട്? പ്രൊമോട്ടേഴ്സ്. സ്പോൺസർഷിപ്സ്, ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ റീസെൻ്റ്ലി ഒരു 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 ജ്വല്ലറിയിലേക്ക് അവർക്ക് അക്കൗണ്ടൻസിന് ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ഒരു കൊച്ചിയിലുള്ള ഒരു പാർട്ട്ണർ ഓർഗനൈസേഷൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഓർഗനൈസേഷനാണ്. അവരായിട്ട് സംസാരിച്ച് അവിടെ കുട്ടികൾ, അവർക്ക് വേണ്ട രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ ഫീസ് അവർ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ സ്പോൺസർഷിപ്സ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ കുട്ടികളെ പ്ലേസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇതേപോലെ സ്പോൺസർഷിപ്പ് അപ്രോച്ച് ചെയ്യാം. ഇത് നല്ലൊരു റവന്യൂ സ്ട്രീമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കുട്ടികളുടെ കേസിൽ മറ്റൊരു സാഹചര്യത്തിൽ പഠിക്കാൻ സാധ്യത പല കുട്ടികളും ഇതിലൂടെ വന്ന് കിട്ടുന്ന സാഹചര്യമുണ്ട്. സെമിനാർസ് ആൻഡ് വെബിനാർസ്. വെബിനാർസ് ഇപ്പോൾ ഒരു ക്ലീഷ്യ പോലെ ആയിട്ടുണ്ട്, എങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെബിനാർസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾസോ റിയലി ഗുഡ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ബൾക്ക് ലീഡ് ജനറേഷൻ. ബൾക്ക് ലീഡ് ജനറേഷൻ ഒരുപാട് സോഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത് പ്രത്യേകിച്ചും വളരെ അവൈലബിൾ ആണ്. ഇവിടെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, GDPR അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ലീഡ് ജനറേഷൻ കിട്ടാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരളത്തിലുള്ള എല്ലാ +2 കുട്ടികളും ഡാറ്റ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ സോഴ്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത ഇഷ്ടംപോലെ ലീഡ്സ് കിട്ടും. ചെറിയ പൈസ 5,000-6,000 റുപ്പീസ് കൊടുത്താൽ കേരളത്തിലെ മുഴുവൻ ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. +2 മാത്രം മതി, +2 കിട്ടും. നിങ്ങളുടെ നാട് മാത്രം മതി, നിങ്ങളുടെ നാട് മാത്രം, നാട് ഇൻ ദ സെൻസ് ഒരു ജില്ല മാത്രമായിട്ട് കിട്ടാനുള്ള ഓപ്ഷൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് റവന്യൂസ്, ഒരു ലീഡ് ജനറേഷൻ സോഴ്സസ് ആണ്. കാരണം ഇതിൽ ഈ ലീഡ് കിട്ടുമ്പോൾ ചിലപ്പം 10,000-20,000 ഡാറ്റ ഉണ്ടാവും. ഇതിനെ മുഴുവനായിട്ട് വിളിക്കരുത്. റാദർ നമ്മുടെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയോ ഒരു നല്ല പോസ്റ്റോ ആദ്യം അവർക്ക് വാട്സാപ്പ് ബൾക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന റെസ്പോൺസ് വെച്ച് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മീനിങ് ഫുൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾക്ക് സേവ് ആയി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, വി ഫോർഗെറ്റ്. സോ നമുക്ക് അടുത്തിലേക്ക് കടക്കാം. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ക്യാൻ യു ഗിവ് മി എ തംസ് അപ്പ് പ്ലീസ് എവരിവൺ? ഓക്കെ, ജോജി സർ കൂടെ ഉണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. ഓക്കെ. ഇതുവരെ പറഞ്ഞത് സാറിന് ഔട്ട്ലൈൻ കിട്ടിയല്ലോ അല്ലേ? ഞാൻ സമ്മറി കുറെ കഥകളിലൂടെയാണ് പറഞ്ഞത്. കാരണം അന്ന് ഒരു ഫീഡ്ബാക്ക് വന്നു, കുറെ കഥകൾ പറഞ്ഞ സമയം പോയി എന്നുള്ളത്. കഥ പറയുന്നത് ബേസിക്കലി നമ്മൾ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ കഥയാണ്. നമുക്ക് ഫാക്ട്സും ഫീച്ചേഴ്സും അല്ല, അതൊക്കെ നമുക്ക് ChatGPT അടിച്ചാൽ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അത് നിങ്ങളെ മനസ്സിലേക്ക് തറച്ചു കയറണം. അത് സ്റ്റോറീസിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കോണ്ടെക്സ്റ്റുവലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഗോ ഓൺ. ഓക്കെ, യെസ്. സോ ഇതിവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടുത്ത് ഞാൻ പറയുന്നത് സെയിൽസ് ആണ്. പക്ഷെ സെയിൽസ് വരണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ലീഡ്സ് ആണ്. ലീഡ്സ് ഇല്ലാതെ സെയിൽസ് വരില്ല. സോ ഇഫ് യു നോട്ട് ജനറേറ്റിംഗ് ലീഡ്സ്, യുവർ റവന്യൂ വുഡ് ഓൾവേസ് ബി കൺസ്ട്രക്റ്റഡ്. നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പാൻഷൻ പോസിബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് ഗെറ്റിംഗ് ലീഡ്സ്. ഈ പറഞ്ഞ ഏതെങ്കിലും മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, മാഡം റൂം ക്ലോസ് ചെയ്തല്ലോ അല്ലേ? യു ആർ നോട്ട് അലൗവിങ് എനിവൺ എൽസ് അല്ലേ? യെസ്. സോ ലീഡ്സ് ആർ സീഡ്സ്. അപ്പം നമുക്ക് റെക്കോർഡ് സെഷൻസ് അയച്ചു കൊടുക്കാം അവർക്ക് കേട്ടോ. ഇൻ കേസ് ആരും ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സെൻഡ് ദ റെക്കോർഡ് സെഷൻസ്. ഇറ്റ് ഈസ് യൂസ്ലെസ് ടു സീഡ് ഇഫ് യു കാൺട്ട് സോ. വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് ലീഡ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എനിക്ക് ഒരുപാട് 3,000+ ലീഡ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാം. പെർ ലീഡ് കോസ്റ്റ് 90 റുപ്പീസ് ഒക്കെ വന്നിട്ടും 3,000+ ലീഡ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് വലിയ ഓർഗനൈസേഷൻസ് എനിക്കറിയാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് ബേസിക്കലി ഇഫ് യു ഡോണ്ട് സോ ഇറ്റ്, അത് കൃത്യമായിട്ട് ആ ലീഡ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ദ ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഇന്ന് പോലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് സെയിൽസിന്റെ ഇമ്പോർട്ടൻറ്റ്. ഇൻ എ ബിസിനസ് സെയിൽസ് ഇസ് എവറിത്തിങ്. സെയിൽസ് ഇസ് എവറിത്തിങ്. അതുകൊണ്ട് സെയിൽസ് ഇമ്പോർട്ടൻ്റ് അല്ല, ലീഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അതിന് പിന്നെ വരും. ഫോർഗെറ്റ് ഇറ്റ്. ഫോർ ആൻ ഓണ്ടർപ്രണർ, ഇഫ് യു വാണ്ട് ടു ലിവറേജ് സംതിങ്, നിങ്ങൾക്ക് ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ പോലും സെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സെയിൽസ് ടീമിനെ കൃത്യമായി ട്രെയിൻ ചെയ്യിക്കുക, സെയിൽസ് ടീമിനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കുക, കൃത്യമായിട്ട് റിസൾട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല സെയിൽസ് ഒരു വലിയ സയൻസ് ആൻഡ് ആർട്ടാണ്. ഇത് പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 80% സെയിൽസ് എന്ന് പറഞ്ഞാൽ സ്കില്ലാണ്. ഈ സ്കില്ലില്ലാത്തത് കൊണ്ട് മാത്രമാണ് മെജോറിറ്റി ഓർഗനൈസേഷനും
അഡ്മിഷൻ വരാത്തത്. 10% പ്രോസസ്സാണ്, 10% പ്രൊഡക്റ്റാണ്. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേർ വി ഓൾസോ റൺ കപ്പിൾ ഓഫ് എഡ്ടെക് കമ്പനീസ്. അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ എന്നോടല്ല കേട്ടോ, എൻ്റെ ടീമിനോട് പറയാറുണ്ട്. മാഡം ഇത്രയും വിളിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുവാണ്, പ്രൊഡക്റ്റോ പ്രോസസ്സോ അല്ല, അവരുടെ സ്കില്ലാണ് അവിടെ സെല് ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങളെ കൂടെ ചെയ്യും എന്നൊക്കെ പറയുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ദേ ആർ കംഫർട്ടബിൾ വിത്ത് അസ്. അതൊരു സ്കില്ലാണ്. അവരെ കംഫർട്ടബിൾ ആക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് അവരെ കൂടെ നിർത്തുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും ഇതാണ്. ഒന്ന് ടെലികോളിംഗ്, എങ്ങനെ ടെലികോളിംഗിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുന്നു, എങ്ങനെ കൃത്യമായിട്ട് ലീഡ് ജനറേറ്റ് ചെയ്യുന്നു, ഓക്കെ, ലീഡ്സിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന്റെ ടൈപ്പ് നമ്മൾ എങ്ങനെ, ഏതൊക്കെ ടൈപ്പ് കസ്റ്റമേഴ്സ് എന്ന് മനസ്സിലാക്കുന്നു, സെയിൽസിലെ സൈക്കോളജി മനസ്സിലാക്കുന്നു, കൃത്യമായി ടൂൾസ് ഉപയോഗിക്കുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് COI, കോസ്റ്റ് ഓഫ് ഇന്നാക്ഷൻ. ഒരു ലീഡ് കിട്ടി, ഒരു ദിവസം ഒന്നും ചെയ്തില്ല, 2 ദിവസം ഒന്നും ചെയ്തില്ല, ഒരു 3 days ഡൗൺ ദ ലൈൻ, ഒരു 90 hours, ഒരു മേ ബി മാക്സിമം പോയാൽ ഒരു 3 days 4 days, അതിനുശേഷം ആ ലീഡിനെ വിളിച്ച് അവർക്ക് ഓർമ്മ കൂടി ഉണ്ടാവില്ല ഞാൻ എൻക്വയറി ചെയ്തെന്നുള്ളത്. ആർക്കും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ സെയിം എക്സ്പീരിയൻസ്? ഞാൻ എൻക്വയറി ഇട്ടിട്ടില്ലല്ലോ. അവരുടെ ഫുൾ ഇൻഫർമേഷൻ, പേര്, ഇമെയിൽ ID, കോൺടാക്ട് നമ്പർ ഒക്കെ പേഴ്സണലി എൻ്റർ ചെയ്തിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ലൊക്കേഷൻ, അപ്പോൾ ലൊക്കേഷൻ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടോ. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ നമ്മൾ 3 days 4 days കഴിഞ്ഞ് വിളിച്ചാൽ ദേ വുഡ് ഹാവ് ഫോർഗോട്ടൺ. അന്നത്തെ ആ ഇൻറ്റന്റ് അവരത് മാറിപ്പോയിട്ടുണ്ട്. സോ കോസ്റ്റ് ഓഫ് ഇന്നാക്ഷൻ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ സെഷനിലേക്ക് കടക്കുവാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സെയിൽ ഇസ് മോർ അബൌട്ട് ഫാമിംഗ്, നോട്ട് ഹണ്ടിങ്. നമ്മൾ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു എമർജൻസി പ്രൊഡക്റ്റ് അല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മുടെ സോപ്പ്, ചീപ്പ്, കണ്ണാടി പോലെ ഒരു എമർജൻസി പ്രൊഡക്റ്റ് അല്ല നമ്മൾ സെല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 90% സെയിലും ഫാം സെയിൽസ് ആണ്, ഫാമിംഗ് സെയിൽസ്, നോട്ട് ഹണ്ടിങ് സെയിൽസ്. ഓഫർ വന്നതുകൊണ്ട് മാത്രം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളല്ല. അവരുടെ മനസ്സിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 2-3 മാസങ്ങളായിട്ടോ മിനിമം ഒരു വർഷമൊക്കെ ആയിട്ട് അവർ ആലോചിക്കണം എന്തോ ഒന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. ഇവരെ നമ്മൾ ഫാം ചെയ്ത് നേർച്ചർ ചെയ്ത് നമ്മളെ കൂടെ നിർത്തേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രിയേറ്റ് മോർ സീഡ്സ്. കൃത്യമായിട്ട് ലീഡ് ജനറേഷൻ്റെ പൈപ്പ് ലൈൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എത്ര ടെലികൗൺസിലർ ഉണ്ടോ, ഒരു ടെലികൗൺസിലർ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 30 calls, 30 കണക്റ്റഡ് കോൾസ് ആണ് എങ്കിൽ 30 × 20, 600 ലീഡ്സ് എങ്കിലും ഒരു കൗൺസിലറുടെ കയ്യിൽ എപ്പോഴും ലൈവായിട്ടുണ്ടായിരിക്കണം. ഏത് ഐറ്ററേഷനിൽ നോക്കിയാലും അവർക്ക് അത്രയും ലീഡ്സ് ഉണ്ടായിരിക്കണം. 10 to 20 കോൾസ് എപ്പോഴും റിപ്പീറ്റ് കോൾസ് ആയിരിക്കണം. ഇത്തരത്തിലേക്ക് നമ്മൾ ലീഡ്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫിൽറ്റർ ദം ടൈംലി. ഞാൻ കണ്ടിട്ട് പലപ്പോഴും ലീഡ്സിന്റെ സ്റ്റാറ്റസ് മാർക്ക് ചെയ്യില്ല. ഇവർ വിളിക്കാറുണ്ടാവും, പക്ഷെ ഇവരൊന്നും ലീഡിന്റെ സ്റ്റാറ്റസ് മാർക്ക് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് വാട്ട്? നമ്മൾ വിത്തിലും കളയിലും വിളയിലും എല്ലാത്തിലും നമ്മൾ വളം ഇട്ടുകൊണ്ടിരിക്കുക, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. വി ആർ ആക്ച്വലി വേസ്റ്റിംഗ് our time here. So this is very very important that we filter them timely and filter off who are not relevant for us. നമുക്കല്ലാത്ത ലീഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെ മാറ്റി മാറ്റി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്? Can I see your hands please? Thumbs up. ലീഡ് കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹൗ ഡു യു ഡു ദിസ്? ഇതിന് CRM ഒന്നും വേണ്ട, CRM ഒന്നും ആവശ്യമില്ല. സാധാരണ ഒരു എക്സൽ ഷീറ്റ്, ഞങ്ങൾ യൂസ് ചെയ്യുന്ന എക്സൽ ഷീറ്റ് കാണിച്ചു തരാം. ഐ ഷോ യു ഫോർ യുവർ റെഫറൻസ്. എൻ്റെ സ്ക്രീന് കാണാമോ എല്ലാവർക്കും? കൻ യു സീ മൈ സ്ക്രീൻ? ഓക്കെ, ഞാനൊന്ന് എടുത്തോട്ടെ. CNC മാസ്റ്റർ ഡാറ്റാബേസ്. സോ ദിസ് ബേസിക്കലി ആർ മാസ്റ്റർ ഡാറ്റാബേസ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇഫ് യു ഗോ ടു റിപ്പോർട്ട്സ്, ഓക്കെ, ഇതൊക്കെ ഞങ്ങളെ പൈവോട്ട്സ് ആണ്. ഓക്കെ, വീക്ക്ലി റിവ്യൂസ്. ഓക്കെ, നമുക്കിത് ഓരോ ടീമിന് അഗെയിൻസ്റ്റ് എത്ര ലീഡ്സ് ലൈവ് ആണ്, എത്ര ലീഡ്സ് ഓപ്പൺ ആണ്, ക്ലോസ് ആണ്, കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. വി ആക്ച്വലി മാർക്കറ്റ് ഹിയർ. ഓരോ ഡിവിഷൻസിനും നമുക്ക് എത്ര ലീഡ്സ് വരുന്നുണ്ട്, എത്ര ലീഡ്സ് ഓപ്പൺ ആണ്, എത്ര ലീഡ്സ് പെൻഡിങ് ടു കോൾ ആണ്. ഒരാഴ്ച ഒരു പെൻഡിങ് കോൾ പോലും ആർക്കും ഉണ്ടാവരുത്. ഇതാണ് നമ്മളെ ബേസിക് ടാർഗറ്റ്. ഓക്കെ, ഇവിടെ ഈ കാണുന്നതാണ്, മുകളിൽ കാണുന്നതാണ്. ഇപ്പോൾ നമ്മളെ സർവീസ് അക്കാഡമിയിൽ ഓരോ ആൾക്കാർക്ക് എത്ര ലീഡ്സ് വന്നിട്ടുണ്ട്, എത്ര ഓപ്പൺ ലീഡ്സ്, 28 ഓപ്പൺ ലീഡ്സ് ഉണ്ട്. സ്കിൽ അക്കാഡമിയിൽ എത്ര ഉണ്ട്, ഡൈസ് ഗ്ലോബൽ എത്ര ഉണ്ട്, ഫ്രാഞ്ചൈസി ഡീപ്പിൽ എത്ര ഉണ്ട്. ഇങ്ങനെ ഓരോ ഡിവിഷൻ വൈസ് ടോട്ടൽ 1869 ലീഡ്സ് ആണ് നമുക്ക് ആക്റ്റീവായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഹൗ മെനി ഓഫ് യു ഹാവ് ദിസ് കൗണ്ട് വിത്ത് യു? നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര പേർക്ക് ഇതിന്റെ കൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ലീഡും കംസ് വിത്ത് എ കോസ്റ്റ്. സോ ക്ലിയർലി ഫിൽറ്റർ ദം അക്കോസ്. അതിൻ്റെ അകത്ത് ഇൻവാലിഡ് ആയിട്ടുള്ള ലീഡ്സിനെ അപ്പം തന്നെ അത് ഒഴിവാക്കുക. അതിന് മുകളിൽ പിന്നെ വേസ്റ്റ് ചെയ്യരുത് സമയം.
എങ്ങനെ ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ കസ്റ്റമർ ആവാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ. ഓക്കെ, ഞാൻ ഐ ഡു ഫ്രാഞ്ചൈസ് കൺസൾട്ടിങ്. നമുക്ക് ചില ലീഡ്സ് വരാറുണ്ട് 85 വയസ്സായിട്ടുണ്ട് ആൻഡ് അയാൾ ബെഡ് റിഡൺ ആണ്. അയാളെ ലീഡ് നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദർ ഇസ് നോ നീഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവാലിഡ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇങ്ങനെ കൃത്യമായിട്ട് ഫിൽട്ടർ ഓഫ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ മൊമെന്റ് യു ഫീൽ ദേ ആർ ഗുഡ്, അവർ വോം ആണെങ്കിൽ അവരെ വോമാക്കി, നമ്മൾ എത്ര കാലം അവർ വോമായി നിൽക്കുന്നു അത്രയും കാലം നമ്മൾ അവർ വോമാക്കി നിർത്തേണ്ടതുണ്ട്, എസ്പെഷ്യലി ഇൻ എഡ്യൂക്കേഷൻ. കാരണം ഇതൊരു എമർജൻസി പ്രോഡക്റ്റ് അല്ല. ഓക്കെ, സോ യു ക്യാൻ സെൽ, യു കാൺ സെൽ ഇൻഡീഡ് കസ്റ്റമേഴ്സ് ബൈ. ഇതാണ് ബേസിക് സയൻസ്. നമ്മൾ വാങ്ങിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവർ വാങ്ങുവാണ് ചെയ്യുന്നത്. അവർ വാങ്ങണമെങ്കിൽ, വില്ലിങ് ആവണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കും. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? ക്യാൻ ഐ സീ സം തംസ് അപ്പ് പ്ലീസ്? ഓക്കെ, താങ്ക് യു മനോജ് സർ, ജോജി സർ, താങ്ക് യു. വാട്ട് അബൌട്ട് അതേഴ്സ്? യെസ് യെസ് യെസ്, എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? എവ്രിവൺ ഇസ് ഹിയർ റൈറ്റ്? ഓക്കെ, ഷall I continue? ഗ്രേറ്റ്. ഓക്കെ, സോ ദേ ബൈ. ഇത് ആസ് എ ടെലികോളർ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ചില ടെലികോളേഴ്സ് വിളിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ്, സേ അവർക്ക് വിളിക്കുന്നതിൽ 30% കൺവേർഷൻ ഗ്യാരണ്ടീഡ് ആണ്. ഇങ്ങനെ ചില ടെലികോളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിളിച്ചു കഴിഞ്ഞാൽ 30% മിനിമം ഗ്യാരണ്ടീഡ് സെയിൽസ് ആണ്. ചില ആൾക്കാർ 30 പോയിട്ട് 3% പോലും ഉണ്ടാവില്ല. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഇനീഷ്യലി കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ഓക്കെ, കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ആദ്യം നമ്മൾ സെല് ചെയ്യണേ. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുവാണ് എനിക്ക് അഡ്മിഷൻ ആക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് കോൺഫിഡൻസ് ഇല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അഡ്മിഷൻ ആവില്ല. ആദ്യം നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ആസ് എ ടെലികോളർ, ആസ് എ കൗൺസിലർ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വി ആർ സെല്ലിംഗ് സൊല്യൂഷൻസ്. നമ്മൾ ഒരു കുട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള ഉത്തമ ബോധ്യം ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ്, നിങ്ങൾ കൺവിൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് ട്രെയിൻഡ്. നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച്, കമ്പനിയെ കുറിച്ച് വീണ്ടും ട്രെയിനിങ് എടുക്കുക. ആർക്കാണോ കൂടുതൽ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്ത് പോയി ഇരിക്കുക, എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കുക. നിങ്ങളെ കോൺഫിഡൻസ് ആണ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഹലോയിൽ അറിയാം നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത്. ആർ യു വിത്ത് മീ? Are you with me? Hello, everyone? യെസ്. രണ്ടാമത്താണ്, താങ്ക് യു. രണ്ടാമത്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സൊല്യൂഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ്. ഈ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നിങ്ങളെ മേൽ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നത് എൻ്റെ പേര് ദീപക് എന്നാണ്. ഞാൻ കോഴിക്കോട് നടക്കാവ് സ്വദേശിയാണ്. 19 വർഷമായിട്ട് എഡ്യൂക്കേഷൻ ഡൊമൈനിലുണ്ട്. ഐ എം റണ്ണിങ് ദീസ് മെനി കമ്പനീസ്. ദിസ് ഇസ് വാട്ട് ഐ ഡു ടു ഹെൽപ്പ് അതേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവരെ മനസ്സിൽ ക്ലിക്ക് ആവുന്നത് ഒന്ന്, ലുക്ക് ദിസ് പേഴ്സൺ ഇസ് ക്രെഡിബിൾ, ഐ ക്യാൻ സ്പീക്ക് ടു ദം, ദേ ക്യാൻ ഗിവ് മീ സൊല്യൂഷൻസ്. ഈ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. രണ്ട്, പ്രൊഡക്റ്റ് സൊല്യൂഷൻ ബെനിഫിറ്റ്സ്. പ്രൊഡക്റ്റും സൊല്യൂഷൻസും ബെനിഫിറ്റ്സ് ഒന്നും പറയണ്ട, ഔട്ട്കം മാത്രം പറഞ്ഞാൽ മതി. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാറിന് കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് മാർക്കറ്റ് ചെയ്യാം, ട്രേഡിങ് ചെയ്യാം. ഒരൊറ്റ ആളെ ഹെൽപ്പ് ഇല്ലാതെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സാറിന് ഇത് ചെയ്യാം. ഞാൻ സെല് ചെയ്ത കോഴ്സിന്റെ പേര് ഫണ്ടമെന്റൽസ് ഓഫ് ട്രേഡിംഗ് എന്നാണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ട്രേഡിംഗ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്നാണ്. പക്ഷേ ഞാൻ കോഴ്സിന്റെ പേര് പോലും പറഞ്ഞില്ല. ഈ കോഴ്സിന്റെ ഔട്ട്കം ആണ് നമ്മൾ സംസാരിക്കേണ്ടത് എപ്പോഴും. കാരണം കുട്ടികൾക്ക് വേണ്ടത് ഔട്ട്കം ആണ്. ഫോർ എക്സാമ്പിൾ, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാറിന് അല്ലെങ്കിൽ മാഡത്തിന് ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, മോണ്ടിസോറി ടീച്ചർ ആവാൻ വേണ്ടി പറ്റും. 6 മാസം കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ദാറ്റ്സ് ആ ട്രാക്ക്. ദാറ്റ്സ് ആ ട്രാക്ക് എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ടത് കമ്പനിയും ക്രെഡിബിലിറ്റിയും കുറിച്ച്. ഞങ്ങൾ 16 വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ്. വി ഹാവ് ട്രെയിൻ ദീസ് മെനി സ്റ്റുഡൻസ് ആൻഡ് ദീസ് ആർ ചേഞ്ചസ് ദാറ്റ് വി ഹാവ് ബ്രോട്ട് ടു ദെയർ ലൈഫ്സ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇന്ന സ്കൂളിൻ്റെ അകത്ത് ഇന്നൊരു ചേച്ചി, ഞങ്ങളൊരു സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി 12,000 റുപ്പീസ് ആണ്. ഇതുവരെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന മുമ്പ് വരെ അവർ ഒന്നും ഏൺ ചെയ്യാതെ, കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്, ലൈഫ് തീർന്നെന്ന് വിചാരിക്കുന്ന സമയത്താണ് നമ്മളെ കൂടെ അവർ ജോയിൻ ചെയ്തത്. ആൻഡ് യു നോ സംതിങ്, ലാസ്റ്റ് മന്ത് ദേ ഗോട്ട് എൻറോൾഡ് ഇൻ ടു ദിസ് സ്കൂൾ ആൻഡ് ദിസ് ഇസ് വാട്ട് ദേ ഹാവ് ഗോട്ട്. ഓൾവേസ് സ്പീക്ക് സ്റ്റോറീസ് അബൌട്ട് യുവർ ക്രെഡിബിലിറ്റി. ഇത്ര വർഷമായി കണ്ടന്റ് പറയുന്നതിൽ നല്ലത്, ഏറ്റവും നല്ലത് കോണ്ടെക്സ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് ഓൾവേസ് സ്പീക്ക് ലാസ്റ്റ് അബൌട്ട് ദി പ്രൈസ്. റീസെന്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഷെയർ ചെയ്തുതരാം. ഒരു എക്സ്പീരിയൻസ് സ്ക്രീനിൻ്റെ അകത്തുണ്ട്. ഞാൻ പ്രൈസ് ചോദിച്ചു. എനിക്ക് പ്രൈസ് അയാൾ പറഞ്ഞത് 12 മിനിറ്റിന് ശേഷം. ഐ വാസ് ടേക്കിംഗ് നോട്ട് ഓഫ് ദ ടൈം. 12 മിനിറ്റിന് ശേഷം ഞാൻ എത്രയാണ് മോനെ ഫീസ്? എന്നോട് പറഞ്ഞത് ഫീസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട് സാർ, ഞാൻ ഫീസ് ഞാൻ സംസാരിക്കാം, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 12 മിനിറ്റ് എന്നോട് സംസാരിച്ചതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഫീസ്. കാരണം ദ മൊമെന്റ് യു ടെൽ പ്രൈസ്, അവരുടെ മനസ്സിൽ ബാരിയർ വരും. ബിക്കോസ് ഇറ്റ്സ് എ പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ്. അതുകൊണ്ട് ഓൾവേസ് സ്പീക്ക് അബൌട്ട് ബെനിഫിറ്റ്സ്,
ഓർ ഔട്ട്കം ബിഫോർ പ്രൈസ്. ലാസ്റ്റ് അവർ ആദ്യം പ്രൈസ് ചോദിച്ചാൽ പോലും നമ്മുടെ ടീമിനോടും പറഞ്ഞിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റഡി അക്കൗണ്ട്സിൽ TDS, ITR, GST ഒക്കത്തിന് സിമുലേഷൻസ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ആര് പ്രൈസ് വെച്ചാൽ നമ്മൾ ആദ്യം പറയാം, സർ പ്രൈസിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഈ കേരളത്തിൽ ഏകദേശം 167 സെന്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ, ഇൻക്ലൂഡിങ് വലിയ വലിയ പാർട്ടീസിന്റെ പേര് പറയും. നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ ടൈം നമുക്ക് നമ്മുടെ ഓൺ ഡെവലപ്പേഴ്സ് ആണ്, ഓൺ പ്രൊഡക്റ്റ് ആണ്. വി ഓൺലി സ്പീക്ക് അബൌട്ട് വൈ ദേ വിൽ നോട്ട് ബി ഇൻ ട്രബിൾ. നമ്മളെ മെജോറിറ്റി കസ്റ്റമേഴ്സും പല സ്ഥലത്തുനിന്നും പുറത്തുനിന്ന് വാങ്ങി പിന്നെ സർവീസ് സപ്പോർട്ടിലാണ് തിരിച്ചു വന്ന ആൾക്കാരാണ്. വൈ ആർ വി സേയിങ് ദിസ്? അവരുള്ളിൽ ആ ഫിയർ കൊണ്ടുവരാൻ വേണ്ടി, നമ്മളല്ലെങ്കിൽ അവർക്ക് പണി കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമ്മൾ പറയും, സർ വി ഹാവ് പ്രൈസ് സ്റ്റാർട്ടിങ് ഫ്രം ദിസ് മച്ച്. ഒരു പ്രൈസ് അല്ല, വി ഹാവ് എ പ്രൈസ് റേഞ്ച്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അടുത്ത സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടും. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ക്ലിയർ ആണോ? ഫസ്റ്റ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, പ്രൊഡക്റ്റ്, സൊല്യൂഷൻ, ബെനിഫിറ്റ്സ്, കമ്പനി ക്രെഡിബിലിറ്റി ആൻഡ് പ്രൈസ്. ഇതായിരിക്കണം നിങ്ങളെ സ്ക്രിപ്റ്റ്. ടെലി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കസ്റ്റമർ സൈക്കോളജിയിൽ ഇതാണ്. 3 ലെവൽസ് നമുക്കുണ്ടാവും. ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദി ഫണൽ. 3 ഫണലുകളായിട്ടാണ് നമ്മുടെ നോർമലി എല്ലാ സ്ഥലത്തും ക്ലയൻസ് ഉണ്ടാവാം. എന്താ ടോപ്പ് ഓഫ് ദ ഫണൽ എന്ന് പറഞ്ഞാൽ? അവർ കംപ്ലീറ്റ്ലി അൺഅവെയർ, പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് അറിയില്ല. എനിക്കൊരു ജോലി വേണം, വേറെ ഒന്നും അവർക്ക് അറിയില്ല. ഐ വാണ്ട് എ ജോബ്. ഇങ്ങനത്തെ ആൾക്കാരാണ് ഫസ്റ്റ് കാറ്റഗറി. ഇവർക്ക് എപ്പോഴും പ്രൈസ് ഹയർ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇവർ എടുക്കില്ല. കാരണം ഇവർക്ക് ഒരു അവയർനെസ്സും ഇല്ല. ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, ഒന്നും അറിയാത്ത ആൾക്കാരാണ്. ഇവർക്ക് എപ്പോഴും ദിൽ ഓൾവേസ് ബി പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ്. ഇവർക്ക് എപ്പോഴും നമുക്കൊരു ഈസി ടു സെൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു ചാലഞ്ചാണ്, ദേ ഓൺലി ഹാവ് പ്രീമിയം പ്രോഗ്രാംസ്. പ്രീമിയം പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്, കൺവേർഷൻ വിൽ ബി ടഫ്. എസ്പെഷ്യലി പരിചയമില്ലാത്ത സെയിൽസ്മാൻ ആണെങ്കിൽ യു വിൽ ഹാവ് മോർ പ്രോബ്ലം ഹിയർ. അതുകൊണ്ട് ഞാൻ നോർമലി സെന്റേഴ്സിനോട് പറയാറുണ്ട്, യു ഷുഡ് ഹാവ് 3 കാറ്റഗറി ഓഫ് പ്രോഗ്രാംസ്: ഈസി ടു എൻറ്റർ, നോർമൽ പ്രോഗ്രാംസ് ആൻഡ് പ്രീമിയം പ്രോഗ്രാംസ്. അവയർനെസ് ഇല്ലാത്ത കാറ്റഗറി ആണ് എങ്കിൽ, അതായത് എനിക്കറിയില്ല, എനിക്ക് എന്ത് കോഴ്സ് വേണമെന്ന് അറിയില്ല, എനിക്ക് ജോലി വേണം, ഇങ്ങനെയാണെങ്കിൽ ദേ നോ ദെയർ പ്രോബ്ലം ബട്ട് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ സൊല്യൂഷൻ. എന്താ സൊല്യൂഷൻ എന്ന് അറിയില്ല. ഇവരെ സെല് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ ഈസി പ്രൊഡക്റ്റ് ആയിരിക്കണം, ഈസി ടു ബൈ ആയിരിക്കണം. രണ്ടാമത്തെ കാറ്റഗറി മിഡിൽ ഓഫ് ദ ഫണൽ, അത് സൊല്യൂഷൻ അവെയർ ആണ്. അതായത് അവർ ബേസിക് ആയിട്ട് അവർക്ക് അറിയാം ഇന്ന കോഴ്സാണ് ചെയ്താൽ എനിക്ക് നല്ലത്. ഓക്കെ, അതിന് ഇന്ന കുറച്ച് 1-2 കോമ്പിനേറ്റേഴ്സിന് എനിക്കറിയാം. സൊല്യൂഷൻ അവെയർ ആയിട്ടുള്ള നമുക്ക് നോർമൽ പ്രോഗ്രാം സെല് ചെയ്യാം. അവർ പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് പോയിരുന്നു, ഏകദേശം ഇത്ര ഫീസാണ് ഉള്ളത്. കോഴ്സിനെ കുറിച്ച് അധികം ധാരണയൊന്നുമില്ല, എനിക്ക് മോണ്ടിസോറി ആണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആണെന്ന് എനിക്കറിയാം, ഡിപ്ലോമ ഒരു കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് മിഡിൽ ഓഫ് ദ ഫണൽ. ഇവർക്ക് നമുക്ക് നോർമൽ കോഴ്സ് സെല് ചെയ്യാം. ഒരു ഇപ്പോഴത്തെ കാറ്റഗറി പറയുകയാണെങ്കിൽ 14,000, 15,000, 20,000 റുപ്പീസ് വരെയുള്ള കോഴ്സൊക്കെ വാങ്ങുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളായിരിക്കും. പക്ഷേ പ്രീമിയം പ്രോഗ്രാംസ് ആണെങ്കിൽ ബോട്ടം ഓഫ് ദ ഫണലിൽ നോർമലി പർച്ചേസ് ഞാൻ കണ്ടിട്ടുള്ളത് വെൽ അവെയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അവർ നന്നായി റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഓരോ സെന്ററിനും പ്ലസ് പോയിന്റ്സ്, ഓരോ കോഴ്സിനും പ്ലസ് പോയിന്റ്സ് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. ഇവിടെ നമുക്ക് പ്രീമിയം സെല് ചെയ്യാം. ഇഫ് യു ആർ പ്രീമിയം, നമ്മൾ പ്രീമിയം ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രീമിയം സെല് ചെയ്യാൻ വേണ്ടി പറ്റും. ആർ യു വിത്ത് മീ എവ്രിവൺ? ഡസ് ദിസ് മേക്ക് സെൻസ് ടു യു? ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് സെൻസിബിൾ ആണോ? നിങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ടോ? Yes, sir. Yes. ഓക്കെ, Yes, sir. ഗ്രേറ്റ് ഗ്രേറ്റ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചോദിക്കാമോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചോദിക്കണം പ്ലീസ്. നിങ്ങളെ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചോദിക്കാം. ഞങ്ങളുടെ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ വാട്ട് വി ഡു ഇസ് ബേസിക്കലി ഇപ്പോൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്, EPFOന്റെ ട്രെയിനിങ് അറ്റ് 199, 199 രൂപക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരു ലൈസൻസ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളെ പ്രൊഡക്റ്റ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ വലിയ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ EPFOന്റെ ഒരു സിംഗിൾ ലൈസൻസ് നമ്മൾ 199 രൂപ കൊടുക്കും. അപ്പോൾ അവർ കണ്ട് കൺവിൻസ്ഡ് ആയി, ദേ നോ ദാറ്റ് ദിസ് ഇസ് എ പ്രീമിയം പ്രൊഡക്റ്റ്. അടുത്ത അവർ ഓക്കെ ഐ വാണ്ട് ടു പർച്ചേസ് ദിസ്. അപ്പം നമ്മൾ സെല് ചെയ്യുക ഒരു ലൈസൻസ് അല്ല, വി ഓൺലി ഹാവ് പാക്കേജ് ഓഫ് 5. കാരണം നമ്മൾ മിനിമം ബില്ലിംഗ് ഒരു എമൗണ്ട് ഉണ്ട്, അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 5 ആണ് മിനിമം വാങ്ങി വെക്കേണ്ടത്. ആൻഡ് ദിസ് ഇസ് വാലിഡ് ഫോർ 6 months. 6 മാസത്തേക്ക് ആ ലൈസൻസ് വാലിഡ് ആണ്. ഇറ്റ് വോണ്ട് ഗോ വേസ്റ്റ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നോർമലിലേക്ക് വരും. നോർമലിലേക്ക് വന്ന് അത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് കൂടുതൽ നമ്പേഴ്സ് വേണം. വാട്ട് ഇസ് ദ ബെസ്റ്റ് പ്രൈസ് ദാറ്റ് യു ക്യാൻ ഗിവ്. നമ്മൾ നോർമലി അവിടെ ചെറിയൊരു പ്രൈസിന് ഡിഫറൻസും വരുത്തും, വലിയൊരു ആഡ് ഓൺ കൊടുക്കും. വിൽ ഗിവ് യു വൈറ്റ് ലേബിൾഡ്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഞങ്ങൾ ഈ സിമുലേഷൻ സോഫ്റ്റ്വെയർ തരാം. ഓക്കെ, ഇനി ഇതിന്റെ സെയിം സംഭവം ഞാൻ നമ്മളെ സ്റ്റുഡൻസ് B2Cയിലേക്ക് ഞാൻ വരാം. ഫോർ എക്സാമ്പിൾ ട്രേഡ് മാർക്കറ്റിംഗ് കോഴ്സിന്, ട്രേഡ് മാർക്കറ്റിംഗിന് 1 day വർക്ക്ഷോപ്സ്, 499 1 day വർക്ക്ഷോപ്പ് വിത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ കയറി വന്ന് അവർ കാണുവാണ് നമ്മളെക്കുറിച്ച്. നമുക്കത് ആക്ച്വലി മാർക്കറ്റ് ചെയ്യാനും സെല് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡാണത്. 1 day വർക്ക്ഷോപ്പ്. ദേ ആർ പേയിങ് ആൻഡ് കമ്മിങ് ഇൻ.
അവിടുന്ന് പറയുവാണ് ഓക്കെ നൗ യു ഹവ് ഗോട്ട് ദിസ്, വൈ ഡോണ്ട് ഗെറ്റ് ഇൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. 3 മാസം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ട്രേഡിംഗ് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. മ്യൂച്വൽ ഫണ്ട്സ്, ഇന്ത്യൻ സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ട്സും ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 3 മാസത്തെ കോഴ്സിലേക്ക് വന്നു. അവിടെ നമ്മൾ പറയുവാണ് ലുക്ക് എന്തായാലും 3 മാസം പഠിച്ചു, അടുത്തൊരു 9 മാസം കൂടി പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 1 ഇയർ കോഴ്സ്, NSDC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. പ്ലസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫോറിൻ എക്സ്ചേഞ്ച്. സാധാരണഗതിയിൽ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ കളിച്ച് ഞാൻ അറൌണ്ട് 9 to 12% ആണ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഒരു 14 to 16% വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു വർഷം 1 ലക്ഷം രൂപ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം 2 lakhs 1.16 lakhs 2 lakhs വരെ ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഇതാണ് അടുത്ത പ്രോഗ്രാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലെവലിംഗ് അപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. When I was in GTech, this is one strategy we used. ആദ്യം ഒരു DCA ഉണ്ടായിരുന്നു, പിന്നെ ഒരു PGDCA ഉണ്ടായിരുന്നു, പിന്നെ ഒരു PGDIT ഉണ്ടായിരുന്നു, ലാസ്റ്റ് ആണ് MSc എന്ന് പറഞ്ഞ പ്രോഗ്രാം. അങ്ങനെ 4 കാറ്റഗറിയാണ്. ഇതേപോലെ തന്നെ ഡിഫ, അതിന് ചെറിയൊരു DFA, പിന്നെ PGDIT, PDFAS, MFAS എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പ്രോഗ്രാം. വി ഓൾവേസ് ലെവൽഡ് അപ്പ്. ചെറിയൊരു പ്രോഗ്രാം മുതൽ വലിയ പ്രോഗ്രാമിലേക്കുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ സെയിൽസിൽ എപ്പോഴും നിങ്ങൾക്ക് ഫ്ലോ വന്നുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ 3 ഫണലുള്ള ആൾക്കാർ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ് ദർ മസ്റ്റ് ബി ക്ലിയർ ഡിസ്റ്റിങ്ഷൻ. കൃത്യമായിട്ട് അതിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ടോഫു മോഫു ബോഫു മനസ്സിലായോ? ബോട്ടം ഓഫ് ദ ഫണലിലാണ് പൊതുവെ ഒരു ഓർഗനൈസേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ബോട്ടം ഓഫ് ദ ഫണലിൽ സെല് ചെയ്താലേ നിങ്ങൾക്ക് പ്രീമിയം പ്രോഗ്രാം സെല് ചെയ്യാൻ പറ്റും. ടോപ്പ് ഓഫ് ദ ഫണൽ നിങ്ങൾ എത്ര പറഞ്ഞാലും അവർ കൺവിൻസ്ഡ് ആവില്ല. അവർ പ്രൈസ് സെൻസിറ്റീവ് ആണ്. ദേ ആർ പ്രൈസ് സെൻസിറ്റീവ്. ആർ യു വിത്ത് മീ എവ്രി വൺ? Yes, sir. ഞാനത് ഓരോന്നും പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അഡ്മിഷൻ വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് അഡ്മിഷൻ വരുന്നില്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് കിട്ടിയൊരു ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, കണക്ട് ചെയ്ത് നോക്കുക. സോ യു വിൽ ഹാവ് മോർ ഇൻഫർമേഷൻ. ഇപ്പം നാട്ടിലെ എല്ലാവരും സെല് ചെയ്യുന്ന കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇത് ചെറിയ പ്രൈസിന് 6000 രൂപ മുതൽ ഒരു 1.25 ലക്ഷം രൂപ വരെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. 1.75 lakhs. എങ്ങനെയാത്? വിൽ കം ടു ഇറ്റ്. ഓക്കെ, ഈ 4 ഫിറ്റുകൾ നിർബന്ധമാണ്. ഒരാൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 ഫിറ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യലാണ്. വാട്ട് ആർ ദ 4 ഫിറ്റ്സ്? ഒന്ന്, നീഡ്. ഒരു നീഡുള്ള ആൾക്കാരെ സെല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാത്ത ഒരിക്കലും നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് എന്തിനാണ് ഈ കോഴ്സ് നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത് അവരോട് ചോദിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് യു ചൂസ് ദിസ് കോഴ്സ്? വൈ ഡിഡ് യു ലൈക്ക്? നമ്മളെ ആഡിന് ഇങ്ങനെ റെസ്പോൺസ് കണ്ടിരുന്നു. എന്താ റെസ്പോൺസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇപ്പൊ ഇന്ന് റീസെന്റ് നമ്മളൊരു ടീം മെമ്പർ സംസാരിക്കുന്നത് കേട്ടോ, ഒരു എൻക്വയറി ഇട്ടാൽ കണ്ടിരുന്നു. എന്തായിരുന്നു ആവശ്യം? EPF ഒക്കെ ആണ് എൻക്വയറി ഇടാനുള്ള റീസൺ എന്താ? അപ്പോൾ പറഞ്ഞു ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, എനിക്കിത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് അറിയോ? വി ഡിസ്ക്വാളിഫൈഡ്. സോറി, ഇത് സ്റ്റുഡൻസിനുള്ള ഒരു കോഴ്സ് അല്ല, ഇത് ടീച്ചേഴ്സിന് മാത്രമുള്ള കോഴ്സാണ്. വി ഡോണ്ട് ഡു B2C, വി ഓൺലി ഹാവ് B2B. ഓക്കെ, ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എത്ര സമയം സേവ് ചെയ്തു? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ കഥ മുഴുവനും പറഞ്ഞ് 20 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ലാസ്റ്റാണ് പറഞ്ഞത് സോറി ഞാൻ നിങ്ങളെ ക്ലയൻ്റ് അല്ല. ആർ യു വിത്ത് മീ? ഫസ്റ്റ് ഇസ് ഓൾവേസ് ക്വാളിഫിക്കേഷൻ ഓഫ് യു ലീഡ്സ്. സെക്കൻഡ് ഇസ് ഫിനാൻഷ്യൽ ഫിറ്റ്. നമ്മൾ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പോസ്റ്റേഴ്സ് നമ്മൾ ഫീസ് മെൻഷൻ ചെയ്യാറുണ്ട്, ഇത്ര രൂപയാണ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. കാരണം ഫിനാൻഷ്യൽ ഫിറ്റിൽ നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല, വി കനോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. പക്ഷെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറയേണ്ടത്? ഫിനാൻസ് പറയേണ്ടത്. ഓക്കെ, ഫിനാൻഷ്യൽ ഫിറ്റ്. ഇവർ വാങ്ങാത്തതിന് ഒരു റീസൺ പലപ്പോഴും അവരുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തതായിരിക്കും. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്. വി ഷുഡ് ബി ഏബിൾ ടു ഗിവ് ദം സൊല്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ EMI അടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കുട്ടികളെ ഫണ്ട് ബാങ്കിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ മാസവും കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ലോൺ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ. എസ്പെഷ്യലി ഇപ്പോൾ NSDCൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ സെൻട്രൽ ബാങ്ക്സിൻ്റെ പോലും അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലോൺസ് കിട്ടാനുള്ള പോസിബിലിറ്റി അവൈലബിൾ ആണ്. ആൻഡ് തേർഡ് ഇസ് ഡിസിഷൻ മേക്കർ. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ പാരൻസിനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഈ റിജക്ഷൻ പലപ്പോഴും വന്നിട്ടുണ്ടാവും. ഇതിൽ പാരൻസിനുള്ള സ്ക്രിപ്റ്റ് കൊടുത്തു വിടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഇവിടെ ഇരിക്കുന്ന ടെലികോളേഴ്സ്. ഫോർ എക്സാമ്പിൾ അവർ പാരൻസിനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഓക്കെ, ഫോർ എക്സാമ്പിൾ ആ കുട്ടിയുടെ പേര് നിതിന എന്നാണ്. അപ്പോൾ നിതിന ഒരു കാര്യം ചെയ്യേണ്ടത്, ഞാൻ പാരൻസിനോട് സംസാരിക്കാം എന്ന് നിതിന പറഞ്ഞാൽ നിതിന ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ്, വെരി ഗുഡ് ദാറ്റ് യു ഹാവ് ആസ്ക്ഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ആസ്ക് യുവർ പാരൻസ്. ഒരു കാര്യം പറയേണ്ടത് അമ്മയോട് പറയേണ്ടത് അച്ഛനോട് പറയേണ്ടത് ഇതാണ്, അതായത് ഇതൊരു 6 മാസത്തെ കോഴ്സാണ്, അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു 90-95% കുട്ടികൾക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് പ്ലേസ് ആയത് ഇന്ന കുട്ടിയാണ്, ഇത്ര സാലറിക്കാണ്. ഇവിടെ 6 മാസത്തെ കോഴ്സ് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് മിനിമം 17 ഇയേഴ്സ് എക്സ്പീരിയൻസ് അല്ല 7 ഇയേഴ്സ് എക്സ്പീരിയൻസുള്ള ടീച്ചേഴ്സാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി
ഫീസ് നിങ്ങൾക്ക് EMI ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 തവണയായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 12 മാസം കൊണ്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഒരു പാരന്റിന്റെ കേസിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവരെങ്ങനെ ഫണ്ട് അടയ്ക്കും എന്നുള്ളതാണ്. ഈ പാരന്റിന് കൊടുക്കാനുള്ള സ്ക്രിപ്റ്റ് നിങ്ങൾ സ്റ്റുഡൻറ്റിലൂടെ കൊടുത്തിട്ടില്ല എങ്കിൽ കുട്ടി പോയി പറയുന്നത് എന്തായിരിക്കും, എനിക്കൊരു കോഴ്സിന് ചേരണം, അപ്പോൾ 60,000 രൂപ ഫീസ്. ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ പാരന്റ് കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല, ദേ സേ നോ. മറിച്ച് അവരെന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ആർ യു വിത്ത് മീ? ആർ യു Yes, വിത്ത് മീ? yes, yes, yes. താങ്ക് യു, ഗ്രേറ്റ്. സോ ഡിസിഷൻ മേക്കറിനുള്ള സ്ക്രിപ്റ്റ് കൊടുക്കുക എന്നുള്ളത് ടെലികോളർ റെസ്പോൺസിബിലിറ്റി ആണ്. യു ഹാവ് ടു ഗീവ് ദ സ്ക്രിപ്റ്റ് ടു ദ ഡിസിഷൻ മേക്കർ. കാരണം പലപ്പോഴും ഡിസിഷൻ മേക്കർ നമ്മൾ കോൾ എടുക്കലുണ്ടാവില്ല. ഏറ്റവും നല്ലത് അവരായിട്ടുള്ള കോൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പാരന്റ് അടുത്തുണ്ടോ, ഒന്ന് ഫോൺ കൊടുക്കാമോ, ഞാൻ സംസാരിക്കാം. കാരണം നിങ്ങൾ അത്രയും കൺവിൻസിംഗ് ആയിട്ട് അവർ സംസാരിക്കാൻ കഴിയില്ല. ബിക്കോസ് യു ആർ സെയിൽസ്, യു ആർ ആക്ച്വലി ബിൽറ്റ് ഇൻ ദാറ്റ് വേ. കുട്ടികൾ അങ്ങനെയല്ല. കാരണം അവർ പലപ്പോഴും പലതും ചോദിച്ചിട്ട് റിസൾട്ട് കൊണ്ടുവരാത്ത സിറ്റുവേഷൻസ് പാരന്റ്സിന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, യു ആർ മോർ പ്രൊഫഷണൽ ആൻഡ് ദം. ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം ലൈൻ. ഇപ്പോൾ എന്നെ ഇവർ സെയിൽസ് ടീം കോൾ കണക്ട് ചെയ്യാറുണ്ട്. കോൾ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാറുള്ളത്, ഇസ് ദിസ് എൻ അർജന്റ് ബൈ? അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, എപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ ആദ്യം പറയാം ഒരു 2 months കൊണ്ട് വാങ്ങും. അങ്ങനെയാണ് ഞാൻ നമുക്ക് നെക്സ്റ്റ് വീക്ക് കണക്ട് ചെയ്യാം. അവർ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് നമ്മൾ പെട്ടെന്ന് കോൾ കണക്ട് ചെയ്തു. ടൈം ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. വെൻ ആർ ദി ഗോയിങ് ടു ബൈ? അപ്പോൾ ഇന്നലെ എനിക്ക് ഇതേപോലെ സിമിലർ, ഞാൻ ഐ ഓൾസോ ഡു കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു എൻക്വയറി എനിക്ക് വന്നു. അപ്പോൾ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത്, ലുക്ക്, എനിക്കും സ്റ്റാഫുള്ള എനിക്കറിയാലോ, അവരുടെ പെയിൻ അറിയുന്നതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, മോനെ, അവൻ്റെ പേര് ജിതിൻ എന്നായിരുന്നു, ജിതിൻ, ഞാനിത് ഇപ്പോൾ കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞാൽ, കുറച്ച് തിരക്കുണ്ട്, കുറച്ച് പ്രൊജക്റ്റിനകത്തുള്ളത്, 3 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ കോഴ്സ് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പം എനിക്ക് ബേസിക് ഇൻഫർമേഷൻ ഇപ്പോൾ ആവശ്യമുണ്ട്, പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ അഡ്മിഷൻ എടുക്കുള്ളൂ. അഡ്മിഷൻ എപ്പോഴും എടുക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് എടുക്കും. കാരണം ഹി വാസ് വെരി ഗുഡ്, നല്ല ഫോളോ അപ്പ് ആയിരുന്നു. ഐ ലവ് ഹിസ് ഫോളോ അപ്പ്. 3 മാസം എപ്പോൾ കഴിഞ്ഞാൽ ഞാൻ എടുക്കുള്ളൂ. കാരണം കൃത്യമായിട്ട് അവൻ ഫോളോ അപ്പ് ചെയ്തു. എൻ്റെ ടൈം നോക്കി അവൻ ഫോളോ അപ്പ് ചെയ്തു. ഇത് പലപ്പോഴും നമ്മൾ ടെലികോളേഴ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്കറിയാം, ഇവിടെ 1-2 ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം, വ്യക്തിപരമായിട്ട്. സൂര്യൊക്കെ എനിക്ക് അങ്ങനെ അറിയുന്ന ഒരാളാണ്. അതായത് അവർക്കറിയാം ഏത് സമയത്താണ് കസ്റ്റമേഴ്സ് ലൈഫ്. നമ്മുടെ ടീമിൽ സെമിയ ഉണ്ട്, അതേപോലെ ദർ ഓൾ ലൈക്ക് എക്സ്പേർട്സ് ഇൻ. അവർക്കറിയാം ഏത് സമയത്ത് അവർ അവൈലബിൾ ആവാം. പള്ളിയിൽ ഇന്നത് കഴിഞ്ഞിട്ട് പ്രയർ കഴിഞ്ഞ് വരുന്ന സമയത്താണ്, ആ സമയത്ത് വിളിച്ചവരെ കിട്ടും. അവർ സമാധാനത്തോടെ സംസാരിക്കും. ഓക്കെ, ഇതേപോലെ ടൈം ലൈൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യലാണ്. ടൈം ലൈൻ അറിയാതെ വിളിച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഫുൾ അറ്റൻഷൻ കിട്ടില്ല. 1. 2, അവരുടെ മറ്റൊരു ടൈം ലൈൻ പേയ്മെന്റ് ടൈം ലൈൻ ആണ്. പേയ്മെന്റ് അടയ്ക്കാനുള്ള സമയമായോ, അവർ അല്ലെങ്കിൽ ടൈംലി അവൈലബിൾ ആണോ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെലിസെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗെറ്റിംഗ് പെർമിഷൻ ആണ്. അതർവൈസ് യു വിൽ ആക്ച്വലി ഹേർട്ട് ദെയർ ഈഗോ. നിങ്ങൾ നേരെ വിളിച്ച് കോഴ്സിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സിറ്റുവേഷൻ, ഒരു ഹോസ്പിറ്റലാണോ, അവർ ട്രാവലിംഗ് ആണോ, അവരെന്തെങ്കിലും മൂഡ് മോശമാണോ, ഹലോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അവരുടെ മൂഡ് എന്താണെന്നുള്ളത്. ഹലോ പറയൂ, വിച്ച് മീൻസ് വാട്ട്? ഓക്കെ, യു ആർ റെഡി ടു ബി ഹേർഡ്. വേം പറഞ്ഞു, ഡോണ്ട് സേ ഇറ്റ്. വേം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പറയരുത്, കാരണം നിങ്ങൾക്ക് ഒരിക്കലും കൺവേ ചെയ്യാൻ പറ്റില്ല. സാറേ, ഞാനൊരു കോഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ്, പക്ഷേ എനിക്ക് കുറച്ച് സമയമാണ്, ഒരു 5-10 മിനിറ്റ് വേണം. ഞാൻ എപ്പോഴാണ് സാറിനെ വിളിക്കേണ്ടത്, എപ്പോഴാണ് സാറ് ഫ്രീ ആവുക? നാളെ ഈവനിങ് വിളിച്ചാൽ മതിയോ? ഇമ്മീഡിയറ്റ്ലി അത് ചോദിക്കുക, കോൾ ഡിസ്കണക്ട് ചെയ്യുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. പാകമല്ലാത്തൊരു നിലത്ത് നിങ്ങൾ വിത്ത് വിരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഗെറ്റ് പെർമിഷൻ. സാർ, എൻ്റെ പേര് ദീപക് എന്നാണ്, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. സാറിന് ഞങ്ങളുടെ ആഡിന് സാറിന് റെസ്പോൺസ് കണ്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഐ നീഡ് 5 minutes. സാർ, 5 minutes അവൈലബിൾ? 2 minutes സാർ അവൈലബിൾ ആണോ? യെസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഫോളോ യുവർ സ്ക്രിപ്റ്റ്. എന്തുകൊണ്ട് സ്ക്രിപ്റ്റ്? ഇവിടെ എത്ര പേര് സ്ക്രിപ്റ്റ് വെച്ച് വിളിക്കുന്ന എത്ര പേരുണ്ട്? സ്ക്രിപ്റ്റ് പ്രിന്റഡ് ആക്കിയിട്ട് നിങ്ങളെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ച് ആ സ്ക്രിപ്റ്റ് നിങ്ങൾ എടുത്ത് വെച്ച് എത്ര പേര് വിളിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്? ക്യാൻ ഐ സീ യുവർ ഹാൻഡ്സ്? തംസപ്പ് ഇട്ടാൽ മതി. യു ആർ ദ റിയൽ ക്വീൻ ഇൻ ടെലികോളിംഗ്. അങ്ങനെയാണ്, നിങ്ങളാണ് റിയൽ സെയിൽസ് പീപ്പിൾ. എത്ര പേരെ കയ്യിൽ ടെലികോളിംഗ് സ്ക്രിപ്റ്റ് ഉണ്ട്? ആർക്കുമില്ല. ആരുമില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ആരും സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നില്ലേ? ഓക്കെ, സൂര്യ ഇസ് യൂസിങ് ഇറ്റ്, ഗുഡ്. ഇത് പാർട്ട്നേഴ്സിനാണ് ഫ്രീ സെഷൻ, ബാക്കിയുള്ളവർ പൈസ കൊടുത്ത് കയറിയതാണ്. ഓക്കെ, യെസ്. നിങ്ങളുടെ ഓണേഴ്സിനോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് യു ഹാവ് ടു കീപ് യുവർ ക്യാമറാസ് ഓൺ. താങ്ക് യു. പ്ലീസ് ഇന്ററാക്ടോ, സംസാരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തലയിൽ കയറില്ല. നിങ്ങൾ സംസാരിക്കുമ്പോഴേ എനിക്കും മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഞാൻ ക്ലാസ് തുടങ്ങിയ ശേഷം ഏറ്റവും ചുരുങ്ങിയ ഒരു 10-30ഓളം റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഒറ്റ അഡ്മിറ്റ് ചെയ്തിട്ടില്ല സെഷനിലേക്ക്. ഓക്കെ, ഫ്രീ സെഷൻ ഡസൻ മീൻ ഇറ്റ് ഇസ് ചീപ്പ്.
യാ ഓക്കെ ഗ്രേറ്റ്. സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? സൂര്യ പറഞ്ഞു. വേറെ ആരൊക്കെ ഉണ്ട് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ടെലിസെയിൽസ് അല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. യു ഡോണ്ട് യൂസ് സ്ക്രിപ്റ്റ്, യു വിൽ ലൂസ് യുവർ സെയിൽസ്. കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞ് വി ടെൻ ടു റിപ്പീറ്റ് മിസ്റ്റേക്സ്. നമ്മൾ തെറ്റായ കാര്യങ്ങൾ പറയാൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മളതായ കാര്യങ്ങൾ പറയാൻ സ്റ്റാർട്ട് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മിസ് ചെയ്യും. പല വലിയ ഓർഗനൈസേഷനിലും ഞാൻ കണ്ടിട്ടുണ്ട്, ദേ ഹാവ് കോൾ മോണിറ്റേഴ്സ്. കോൾ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പണി വേറെ ഒന്നുമല്ല. റാൻഡം ആയിട്ട് നിങ്ങൾ വിളിക്കുന്ന കോൾസ് നോക്കിയിട്ട് ഈ പറഞ്ഞ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓർഗനൈസേഷൻ 5 പോയിന്റ് പറയുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ 12 വർഷമായിട്ടുള്ള കമ്പനിയാണ്, 12,000 കുട്ടികളെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സാലറി റേഞ്ച് ഇതാണ്, അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടോ. ഞങ്ങൾ ടീച്ചർ ഇന്നൊരാളാണ്, ഇത്ര വർഷം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ആളാണ്. ഇങ്ങനെ ഒരു 6-7 ചെക്ക് പോയിന്റ്സ് ഇല്ലാത്ത കോൾ ഉണ്ടെങ്കിൽ ടെലികോളറിന് അലേർട്ട് പോകും. ഇങ്ങനെ ചെയ്യുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻ എനിക്കറിയാം. ദേ ഹാവ് ടെലി കോളേഴ്സ്, ടെലി മോണിറ്റേഴ്സ് എന്ന് അവർ പറയാം. മോണിറ്ററിങ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇഫ് യു ഡോണ്ട് ഹാവ് സ്ക്രിപ്റ്റ്, പ്ലീസ് ഡു ഹാവ് സ്ക്രിപ്റ്റ് വിത്ത് പോയിന്റ്സ് നോട്ടഡ് ഡൗൺ. നിങ്ങൾ സംസാരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിവിടെ കോൺടെക്സ്റ്റുകൾ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറയാത്തൊരു സ്പെസിഫിക് ആളെ പറയാത്തത്. പക്ഷേ മെജോറിറ്റി ഓർഗനൈസേഷനും ഇത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ പ്ലീസ് ഡു ഹാവ് യുവർ സ്ക്രിപ്റ്റ് വിത്ത് യു ആൻഡ് ഓൾവേസ് ക്രിയേറ്റ് വാല്യൂ. നമ്മൾ പറയുമ്പോൾ നമ്മളെ പ്ലസ് അല്ല പറയേണ്ടത്, നമ്മളെ കുട്ടികളുടെ പ്ലസ് ആണ്. വി ഹാവ് ചേഞ്ച്ഡ് മെനി ലൈഫ്സ്. 10,000+ കുട്ടികളുടെ ലൈഫ് മാറ്റിമറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി പ്ലേസ്ഡ് ആയത് വിമല എന്ന് പറഞ്ഞ ഒരു മാഡമാണ്. ഷീ ഈസ് നൗ വർക്കിംഗ് ഇൻ എ ഗവൺമെന്റ് സ്കൂൾ. ഓക്കെ, +2 മാത്രമുള്ള ഒരാൾ ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യണമെങ്കിൽ വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് ദാറ്റ് വി ആർ ഗിവിംഗ്. ആൻഡ് ഫോളോ സ്ക്രിപ്റ്റ് ആൻഡ് ടേക്ക് നോട്ട്സ്. പറഞ്ഞുകൊണ്ടിരിക്കാൻ അവർ പറയാണ്, അല്ല എനിക്ക് അച്ഛൻ ഇങ്ങനെ അവർ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, സോറി ഞാൻ കുറച്ച് തിരക്കാണ്, ഞാൻ ഹോസ്പിറ്റലല്ല. അപ്പോൾ എന്ത് പറ്റി? അച്ഛന് ഹോസ്പിറ്റലാണ്. ഓക്കെ നോ പ്രോബ്ലം, ഞാൻ പിന്നെ വിളിച്ചോളാം. അടുത്ത കോളിൽ നിങ്ങളെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും എന്ന് പറയാം? അന്ന് വിളിച്ചപ്പോൾ ഹോസ്പിറ്റലായിരുന്നില്ല, അച്ഛൻ ഇന്ന് എങ്ങനെയുണ്ട്? വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇതൊന്നും നമ്മൾ എന്താ പറയുക, വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് മെഷീൻസ്, വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ. ഇപ്പം ഞാനാണ് അപ്പുറം നിൽക്കുന്നതെങ്കിൽ എന്നോട് ചോദിക്കേണ്ട അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഐ ഇമ്മീഡിയറ്റ്ലി കണക്ട് വിത്ത് യു. കാരണം യു ഹാവ് ടച്ച്ഡ് മൈ ഇമോഷൻ. ഇമോഷണൽ സെയിൽസ് ആണ് ഏറ്റവും നല്ല സെയിൽ. ആർ യു വിത്ത് മീ? അല്ലാതെ ഞാൻ ഫസ്റ്റ് വിളിച്ചിട്ട് പറയാണ് സാറേ അന്ന് കോഴ്സിന്റെ കാര്യം പറയുമ്പോൾ വീണ്ടും നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. യു ആർ നോട്ട് ഓപ്പണിംഗ് എൻ അക്കൗണ്ട്. അവരുടെ ഹൃദയത്തിൽ യു ഹാവ് നോട്ട് ഗോട്ട് എൻ അക്കൗണ്ട്. സോ അതുകൊണ്ടാണ്, ഇഫ് യു ഡോണ്ട് ഹാവ് എ ബുക്ക് ആൻഡ് പേപ്പർ ഇൻ ഫ്രണ്ട് ഓഫ് യു, ഡോണ്ട് കോൾ. ടെലികോളിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബുക്കും പെന്നും ഇല്ല എങ്കിൽ വിളിക്കരുത്. ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സിസ്റ്റത്തിന് മുമ്പിൽ അവർ വിളിക്കുന്ന സമയത്ത് കമൻസിൻ്റെ അവിടെ ചാറ്റ് ചെയ്തുകൊണ്ടേ സംസാരിക്കാൻ പാടും. എന്താ ചാറ്റ് ചെയ്യണ്ടേ? ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പാടും. എന്താ ടൈപ്പ് ചെയ്യണ്ടേ? അവരുടെ സ്റ്റാറ്റസ് എന്താ? ഇപ്പോൾ മുതൽ പറയണം ഇന്ന് വിളിക്കണം, 12-ാം തീയതി വിളിച്ചാൽ മതി. ഉടനെ അവർ കലണ്ടറിൽ 12-ാം തീയതി മാർക്ക് ചെയ്ത് വെക്കണം. എ വേർഡ് ഇസ് എ വേർഡ്. 12-ന് 12-ാം തീയതി വിളിക്കണം, 12-ാം തീയതി നിങ്ങൾ വിളിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഇത് ക്രൂഷ്യൽ പോയിന്റ് ആണ്. ആൻഡ് 3:2:1 സെയിൽസിലെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഒരുപാട് സംസാരിക്കും, ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കും. അവർ ചോദ്യം ചോദിക്കല്ല, ഒരു കാര്യം ചോദിക്കാണ്ടിരുന്നു, ഞാൻ ആദ്യം പറയട്ടെ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വി ആർ ആക്ച്വലി ക്ലിയറിംഗ് ദെയർ ക്വസ്റ്റ്യൻസ്. അവരുടെ ക്വസ്റ്റ്യൻസിന് നമ്മൾ കൂടുതൽ സമയം കൊടുക്കുക എന്നുള്ളത് വളരെ 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 ക്രൂഷ്യലാണ്. സോ 3 times ഹിയറിംഗ്, 2 times മാച്ച് മേക്കിംഗ്. അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഇസ് ക്ലോസിംഗ്. ക്ലോസിംഗ് വുഡ് ബി ഈസി. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ 3:2 കൃത്യമായിട്ട് ചെയ്താൽ 1 ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. അപ്പോൾ 5 മിനിറ്റാണ് കോളെങ്കിൽ, 6 മിനിറ്റാണ് കോളെങ്കിൽ 3 മിനിറ്റ് നിങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, 2 മിനിറ്റ് നിങ്ങൾക്ക് മാച്ച് മേക്കിംഗ് ആണ്, 1 മിനിറ്റ് ക്ലോസിംഗ് ആണ്. ഈ 3 മിനിറ്റ് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓക്കെ, എവിടുന്ന് എന്തായിരുന്നു പർപ്പസ്, എന്തായിരുന്നു മോനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുക, എന്താവാനാണ് ആഗ്രഹം? ആസ്ക് ക്വസ്റ്റ്യൻസ്, ആസ്ക് മീനിങ്ഫുൾ ക്വസ്റ്റ്യൻസ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ChatGPT ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ChatGPT അടക്കമുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാരണം ഇവിടെ എനിക്ക് ടെലിസെയിൽസ് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ചോദിക്കാം. നിങ്ങൾ ടെലിസെയിൽസിൽ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്ലീസ് ഗോ അഹെഡ്. ടെലിസെയിൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ സ്ഥിരം ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ദർ ആർ എക്സ്പേർട്സ് വിത്ത് ഹൂം ഐ ക്യാൻ റെഫർ ആൻഡ് കം ബാക്ക്. എനിവൺ, എനി ക്വസ്റ്റ്യൻസ്? ഇഫ് യു ആർ നോട്ട് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാം നിങ്ങളെല്ലാം പഠിച്ചു. വെരി ഗുഡ്, അങ്ങനെയാണ് എളുപ്പമായി പണി. ഹലോ സാറേ, ഓ ഞാൻ ഒരു എൻക്വയറി എടുത്ത സമയത്ത് വെച്ചാൽ 1 മണിക്കൂറോളം ഞാൻ അവരുടെ അടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തായിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയെല്ലാം ചെയ്തു.
എന്നിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പോയി. പിന്നീട് ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞു ഇപ്പോൾ ചെയ്യുന്നില്ല, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ സെന്ററുകളിലും അന്വേഷിച്ചിട്ടാണ് പോയത്. അത് നമുക്കറിയാം. അത് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും? മനോജ് ഭായ് സംസാരിക്കുന്നത്? അതെ. ഓക്കെ, മനോജ് ഭായ് എന്താ അവിടെ പറ്റിയത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് ഹാപ്പൻ? അല്ല എനിക്ക് തോന്നുന്ന ദിവസം ചില അവർക്ക് ഇപ്പോഴെങ്കിലും ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്, ഇനി സമയമുണ്ടല്ലോ, ആ സമയത്തേക്ക് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ചിന്താഗതിയാണെന്നാണ് എനിക്ക് തോന്നിയത്, ഫീൽ ചെയ്തത്. കാരണം കൂട്ടുകാരെല്ലാവരും കൂടെ വരാനെ കൊണ്ടുള്ള പ്ലാനിങ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയാണെന്ന് ഫീൽ ചെയ്തത്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂച്ചറിൽ അവർ വേറെ എവിടെയെങ്കിലും പോകും. സാറ് പറഞ്ഞതിലോട്ട് അവരുടെ മൈൻഡിൽ നിന്ന് ഈ സാധനം വിട്ടു. അപ്പൊ അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കാൻ പറ്റും? മനോജ് ഭായ്ക്ക് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് സെയിൽസിൽ. എങ്കിലും എൻ്റെ ഒരു വ്യൂ പറയാം. ഒന്ന്, അവർ മൂത്തിട്ടില്ലെങ്കിൽ അവർ അങ്ങോട്ട് വരില്ല. അവരങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ വരണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. ബസ്സിനോ സ്കൂട്ടറിനോ പൈസ ചിലവാക്കിയിട്ടുണ്ട്, നിങ്ങളെ താഴെ നിർത്തിയിട്ടുണ്ട്, ആ സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ ഓഫീസെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറി വന്നിട്ടുണ്ട്. നിങ്ങൾ മുമ്പിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ കോഴ്സ് അന്വേഷിക്കാൻ വന്നതാണ്. ദേ ആർ സീരിയസ് അബൌട്ട് ഇറ്റ്. പക്ഷെ എന്തോ ഒന്ന് അവർക്ക് സെറ്റായിട്ടില്ല. വാട്ട് ഇസ് ദാറ്റ് എന്ന് അവർ കൃത്യമായി ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും സെയിൽസിലെ ആൾക്കാർ ചെയ്യാത്തൊരു കാര്യമാണ് ഫീഡ്ബാക്ക്. അവരോട് ചോദിക്കുക, സീരിയസ്ലി ആക്ച്വലി എന്തായിരുന്നു നിങ്ങളുടെ പ്രോബ്ലം? ഇത് തന്നെയായിരുന്നു. ബി എ ഫ്രണ്ട്, ആസ് ദം, സാർ എന്തുകൊണ്ടാണ് വാങ്ങാൻ, സാർ ആക്ച്വലി ഫീഡ്ബാക്ക്, സാർ ഒന്ന് ഇൻട്രസ്റ്റ് കാണിച്ചാൽ എനിക്ക് ഐ ഡു ദിസ് ടോ. ഞാനത് ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സിനോട്. എനിക്ക് സെയിൽസിൻ്റെ ഒരു കൺവേർഷൻ ഒരു ബിലോ 5% ഉള്ളൂ, കാരണം വി ആർ സെല്ലിംഗ് ബിഗ് ടിക്കറ്റ് തിങ്സ്. നമ്മൾ ചോദിക്കണം, സാർ എന്താണ് ആക്ച്വലി പ്രോബ്ലം? പ്രൈസ് ആയിരുന്നോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിരുന്നോ, ഫീച്ചേഴ്സ് ആയിരുന്നോ? പ്ലീസ് ടേക്ക് ഫീഡ്ബാക്ക് മനോജ് ഭായ്. അവരെ വിളിക്കുക, എന്നിട്ട് ചോദിക്കുക ആക്ച്വലി റീസൺ എന്താ, മോൻ എപ്പോഴാണ് ചെയ്യാൻ ഉദ്ദേശിക്കുക? കാരണം നിങ്ങൾ സീനിയർ റോളുള്ള ആളല്ലേ, നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം യു ആർ എക്സ്പേർട്ട്, യു ആർ എ മാസ്റ്റർ ഇൻ ദിസ്. പ്ലീസ് ടേക്ക് ഫീഡ്ബാക്ക്. നമ്മൾ അസംഷന് പോകണ്ട. ഡോണ്ട് ഗോ ഫോർ അസംഷൻ. ഓൾവേസ് ഡു കോൾ ദം ആൻഡ് ആസ്ക് ഫോർ ക്ലാരിറ്റി. അതിലൊരു തെറ്റില്ല. ഇപ്പം എന്നെ വിളിച്ചു ചോദിക്കുകയാണ്, ഞാൻ പറയും ഇന്ന റീസൺ കൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് ഞാൻ പറയും. കുട്ടികളും എനിക്കൊന്ന് ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ബോൾഡാണ്. അവർ എനിക്ക് നിങ്ങളെ സെൻറ്റർ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ സെൻറ്റർ കാണാൻ ഒരു സുഖമല്ല, സെൻറ്ററിൻ്റെ പ്രശ്നമാണോ, അല്ല കൗൺസിലർ ഭയങ്കര അഹങ്കാരിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കൗൺസിലർ പല കാര്യങ്ങളും ചെയ്തിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടാവുക. അവരെ നമ്മൾ അത്രയും നമ്മൾ ഗ്രൂം ചെയ്തോളം നിർബന്ധമല്ലല്ലോ. എസ്പെഷ്യലി കുറച്ച് സീനിയർ ആവുന്ന അനുസരിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവർ കുറച്ച് റിജിഡ് ആയിക്കൊണ്ടിരിക്കും. പലപ്പോഴും എക്സ്പീരിയൻസ് വരുമ്പോൾ ഫ്ലെക്സിബിൾ ആവുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ചില ആൾക്കാർ റിജിഡ് ആയി പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എസ്പെഷ്യലി വാക്ക് ഇൻ കൺവേർഷൻസ് വന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഡയറക്ടർ ഇൻവോൾവ് ചെയ്ത് അവരെ വിളിക്കേണ്ടതുണ്ട്, അല്ലെ സെൻറ്റർ മാനേജർ ഇൻവോൾവ് ചെയ്ത് അവർ വിളിക്കേണ്ടതുണ്ട്. റീസൺ ചോദിക്കേണ്ടതുണ്ട്, എന്താ പറ്റിയതെന്ന് ചോദിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ സാർ, കേട്ടു. ഓക്കെ. 2 ടെലികോളിംഗിന് മോണിറ്ററിങ് കോൾസ് ആണ്. ഞാൻ പറഞ്ഞു ദർ ആർ പീപ്പിൾ ഹു എംപ്ലോയ് കൺസൾട്ടൻസ് ഫോർ ദിസ്. ഈ സെയിൽസിന്റെ കൺസൾട്ടൻസിനെ വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പണി വേറെ ഒന്നുമല്ല, നിങ്ങളെ കൗൺസിലർ വിളിക്കുന്ന ഓരോ കോൾസിലും റാൻഡം ആയിട്ട് കോൾസ് എടുത്തിട്ട് അവർ ചെക്ക് ചെയ്യും വെദർ ദേ ആർ ഫോളോയിങ് സ്ക്രിപ്റ്റ്സ്. 2 ഫോളോ അപ്പ് ടൂൾസ് ആണ്. ഇവരെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് വിളിച്ചിട്ട് സാർ എന്തായെന്നാ ചോദിക്കുക, രണ്ടാമത്തെ ഫോളോ അപ്പ് ചോദിക്കും സാർ എന്തായി അന്ന് പറഞ്ഞ കാര്യം. അവർക്ക് നിങ്ങൾ ആരാണെന്ന് ഓർമ്മയില്ല, നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണെന്ന് ഓർമ്മയില്ല, ഓഫറിംഗ് എന്താണെന്ന് ഓർമ്മയില്ല. നിങ്ങളെ ഫസ്റ്റ് ചോദ്യം എന്താണെന്നറിയോ? സാർ എന്തായി? എന്താവാനാ? സോ സെക്കൻഡ് കോൾ ആകുമ്പോഴും ഫോളോ അപ്പ് ചെയ്യുക. സാറേ ഐ എം കോളിംഗ് ഫ്രം ദിസ് ഓർഗനൈസേഷൻ, സാർ അന്നൊരു എൻക്വയറി നടത്തിയിരുന്നല്ലോ, അന്ന് ഇന്ന കാര്യം സാർ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞിരുന്നു പറയാൻ നോട്ട്സ് ഉണ്ടെങ്കിലേ പറയാൻ കഴിയുള്ളൂ. ആ നോട്ട്സ് നോക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചോണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്, സാർ അന്നിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, സാർ എന്തായി? സാർ ചെയ്യാൻ, സാർ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്താലോ? ഷാൽ വി ഗോ ഹെഡ്? ഇനി ഫോൺ എടുക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും വലിയ ചാലഞ്ച് ടെലികോളേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്, അവർ കോൾസ് എടുക്കാത്തതായിരിക്കും. നമ്മളെ കോൾ കണ്ടാൽ ഈ സാത്താൻ മറ്റേ കുരിശ് കണ്ടോലോ, ദേ ഡോണ്ട് പിക്ക് കോൾസ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. എല്ലാവരും പേടി, ഏറ്റവും വലിയ പേടി അവരുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള പൈസ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. സോ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ടൂൾസ്, ഞാൻ ഇതിന് ശേഷമുള്ള സ്ലൈഡിനകത്ത് ഞാൻ കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. ഫോളോ അപ്പ് ടൂൾസിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ ഒരുപാട് സ്ഥാപനമായിട്ട് സംസാരിച്ചിരുന്നു, അവരെല്ലാവരും ചെയ്ത് നല്ല വീഡിയോസ് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ആൻഡ് മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ്. പലപ്പോഴും നമ്മൾ റാൻഡം ആയിട്ട് എല്ലാ ഫോളോ അപ്സിനും കുറേ വീഡിയോസ് കൊണ്ട് അയച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു വോയിസ് കൂടി ഇട്ടാൽ ദാറ്റ് വിൽ ബി 100 times മോർ പ്രൊഡക്റ്റീവ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, വിവേക്, ഞാൻ കുറച്ച് വീഡിയോസ് അയച്ചിട്ടുണ്ട്, നമ്മളെ പ്ലേസ്ഡ് ആയ കുട്ടികളുടെ വീഡിയോസ് ആണ്. ഓക്കെ, നിങ്ങൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടിയാലോ. ബസ് ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ വല്ലാണ്ട് പ്രൊഫഷണൽ ആവേണ്ട ആവശ്യമില്ല. ബി എ ഫ്രണ്ട്. ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്ത് കിട്ടിയ ഓട്ടോമാറ്റിക് ആയിട്ട് ദിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു യു. ഓക്കെ, ആൻഡ് ക്രിയേറ്റ് അർജൻസി. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഭയങ്കര പണിയാണ്. അവർക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ
ദിൽ കീപ്പ് ഓൺ പുഷിങ് ഇറ്റ്. അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് സെയിൽസിൻ്റെ ആൾക്കാർക്ക് ചെറിയൊരു മാർജിൻ എപ്പോഴും മാറ്റി വെക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുതരാം. ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട് 15% ക്യാഷ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ഫുൾ അടയ്ക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട്, വിച്ച് മീൻസ് 10,000 rupees 1,500 rupees നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു നല്ല സേവിങ് അല്ലേ? ഹാവ് സംതിങ് വിച്ച് ക്യാൻ ക്രിയേറ്റ് എർജൻസി ഓൾവേസ്. സെയിൽസിൻ്റെ ആൾക്കാർ ക്ലോസിങ്ങിന് എപ്പോഴും ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ സീക്രട്ട്. ഓക്കെ, നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സെയിൽസ് ബർഗേഴ്സ് എന്ന് പറയാറുണ്ട്. ഈ വാക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഞാൻ കടർത്താണ്, വിത്ത് ഹിസ് പെർമിഷൻ. സെയിൽസ് ബർഗേഴ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ മെനി തിങ്സ് വിച്ച് ആക്ച്വലി ക്രിയേറ്റ്സ് വാല്യൂ ഫോർ എ സെയിൽസ്. എന്തൊക്കെയാണത്? കമ്മ്യൂണിറ്റി. ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഹെൽത്തി കമ്മ്യൂണിറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിറ്റി പറയുന്നത് ഇറ്റ് ക്യാൻ ബി വാട്സാപ്പ് ഗ്രൂപ്പ്, ഇറ്റ് ക്യാൻ ബി വാട്സാപ്പ് കമ്മ്യൂണിറ്റി, ഇറ്റ് ക്യാൻ ബി എ സോഫ്റ്റ്വെയർ. ഇവർ കൂടുതൽ വാല്യൂ കിട്ടുന്ന കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാറ്. ഞാൻ ട്രേഡിംഗ് കോഴ്സിൽ അവർ പറഞ്ഞത് വി ഹാവ് എ കമ്മ്യൂണിറ്റി ഓഫ് 6,000 ട്രേഡേഴ്സ്. 6,000 ട്രേഡേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഈ കോഴ്സിന് കൂടെ നിങ്ങൾ മെമ്പർ ആവും. വിച്ച് മീൻസ് വാട്ട്? എനിക്ക് നാളെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെനിക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ 6,000 ആൾക്കാർ ആ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ട്. ഓൾവേസ് കമ്മ്യൂണിറ്റി ഈസ് എ സ്ട്രെങ്ത്. ബീങ് എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്, ഡു യു ഹാവ് എ കമ്മ്യൂണിറ്റി? ഇല്ലെങ്കിൽ വാട്സാപ്പിൽ ഇന്ന് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുക, എല്ലാവരും കുട്ടികളെല്ലാം കൂട്ടിച്ചേർക്കുക, എന്നിട്ട് പറയാം ലുക്ക് മോണ്ടിസോറിയാണ്, മോണ്ടിസോറി പഠിച്ചിറങ്ങിയ ഇത്രയും കുട്ടികൾ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്തുണ്ട്, ഈ കമ്മ്യൂണിറ്റിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ചേച്ചിമാരവിടെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ചേട്ടന്മാരവിടെ അവൈലബിൾ ആണ്. ഇതൊരു വലിയ സ്ട്രെങ്ത് ആണ്. ഇതിന് വാല്യൂ ഇടാൻ പറ്റില്ല അവർക്ക്. ദേ കനോട്ട് പുട്ട് എ വാല്യൂ ടു ഇറ്റ്. കോഴ്സിന് ഇത്രയാണ് ഫീസ്, പക്ഷെ കമ്മ്യൂണിറ്റിക്ക് വാല്യൂ ഇല്ല. ഇറ്റ് ഇസ് മോർ വാല്യുബിൾ ദാൻ എനിത്തിങ് എൽസ്. 2 റെക്കോർഡഡ് വീഡിയോസ്, നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യാൻ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് കാണാം. അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓർഗനൈസേഷൻ മെന്റേഴ്സ് അവൈലബിൾ ആണ്. വാട്സാപ്പിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലേസ്മെന്റ്സിന് സപ്പോർട്ട് ഉണ്ട്. ടെസ്റ്റിമോണിയൽസ്, ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്ന ടെസ്റ്റിമോണിയൽസ് ആണ്, റാദർ ദാൻ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടുകളേക്കാൾ കൂടുതൽ കുട്ടികൾ നോക്കുന്ന ഓഫേഴ്സ് ആണ്. ഇതാണ് എന്താ പറയുക, ടെസ്റ്റിമോണിയൽസ് ആണ്, റിസൾട്ട് ടെസ്റ്റിമോണിയൽസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പിൽ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെയിൽസിൽ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ഇറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ഐ ജസ്റ്റ് ഈ എൻക്വയറി ഇത് എടുത്തായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അയാൾ എനിക്ക് ഫസ്റ്റ് ഡേ അയച്ച സാധനമാണിത്, എന്തൊക്കെയാണ് ഈ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കോഴ്സിന്റെ ബ്രൗഷേഴ്സ് അയച്ചു തന്നു. സോ ഹി സെഡ് ഹൂ ദേ ആർ, ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം പ്രൊഡക്റ്റും ഫീച്ചേഴ്സും പറഞ്ഞു തന്നു, കോഴ്സ് കണ്ടന്റ് പറഞ്ഞു തന്നു. ദെൻ ഹി ഗേവ് മീ കമ്പാരിസൺ, ഞങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിനുശേഷം പിന്നെ തുരുതുരാ വീഡിയോസാണ്. നിങ്ങൾ കാണുന്ന വീഡിയോസ് എല്ലാം അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഓരോ വീഡിയോസ് എന്നെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആയിരുന്നു. എനിക്കറിയാം ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, ബട്ട് ആസ് എ കസ്റ്റമർ ഐ വാസ് കൺവിൻസ്ഡ്. വാട്ട് ഇസ് യുവർ ഫോളോ അപ്പ് സിസ്റ്റം? വാട്ട് ഇസ് യുവർ ഫോളോ അപ്പ് സിസ്റ്റം? വാട്ട് ഡു യു ഫോളോ? സെയിം സാധനം പോസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുവാണോ? അല്ലെങ്കിൽ സാർ എന്തായെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണോ? ഈ ഫോളോ അപ്പ് ടൂൾസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ടൂൾസ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ്, ക്രിയേറ്റ് സച്ച് ടൂൾസ്. ഓക്കെ, ഗോ ബാക്ക് ടു യുവർ മാനേജ്മെന്റ്, സേ ദാറ്റ് വി നീഡ് ടൂൾസ്. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ ചെറിയ കോസ്റ്റേ ഉള്ളൂ. ഗോ ഹെഡ് ആൻഡ് ക്രിയേറ്റ് ഇറ്റ്. എന്നിട്ട് ഏതൊക്കെ റിസോഴ്സ് എപ്പോഴൊക്കെ അയക്കണം എന്നുള്ളത് നിങ്ങൾ SOP ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ആദ്യത്തെ കോളിൽ ഞാൻ ഇത് അയച്ചു കൊടുക്കും, രണ്ടാമത്തെ കോളിൽ ഞാൻ ഇത് അയച്ചു കൊടുക്കും, മൂന്നാമത്തെ കോളിൽ ഇത് അയച്ചു കൊടുക്കും. ഹാവ് എ സിസ്റ്റം ഫോർ ഇറ്റ്. ആർ യു വിത്ത് മീ ഫ്രണ്ട്സ്? ആർ യു വിത്ത് മീ? ഗ്രേറ്റ്. Yes, sir. We are getting almost to the last part. ഇന്നെങ്കിലും ഈ കോഴ്സ് തീർത്തേ പറ്റും എനിക്ക്. സോ വി ഹാവ് സംതിങ് കോൾഡ് വാക്ക് ഇൻ സെയിൽസ്. ഏറ്റവും കൂടുതൽ കൺവേർഷൻ വരിക വാക്ക് ഇൻ സെയിൽസിലാണ്. ഇപ്പൊ ഇവിടെ ഞാൻ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ഞാൻ കണക്ട് ആവുന്നത്, ഇവിടെ ഞാൻ കാണുന്ന സൂര്യനെയോ അല്ലെങ്കിൽ ഇപ്പം ഷബ്ന മാമിനെയോ അൻമിയാനെയോ ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജോർജി സാറൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഇവരുമായിട്ടാണ് വരുന്നത്. വൈ? ബിക്കോസ് ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ എം സീയിങ് ഫേസസ്. ഞാൻ നേരിട്ട് ആൾക്കാരെ കാണുമ്പോൾ ദർ ഇസ് എൻ ഇമോഷണൽ കണക്ട്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും നിങ്ങൾ ഇഫ് എനിവേ പോസിബിൾ കം ഡൗൺ ടു അവർ സെന്റർ എന്ന് പറയുന്നത്. അതിന് യു ഹാവ് ടു ക്രിയേറ്റ് റീസൺസ്. എന്തൊക്കെ റീസൺസ്? ഫ്രീ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്. കുട്ടികളെ ഫോണിൽ വിളിച്ചിട്ട് അടുത്ത ആഴ്ച, അടുത്ത മൺഡേ തൊട്ട് ഫ്രീ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിന് നല്ല ക്ലാസ് ആയിരിക്കും, പ്ലീസ് ഡു കം ഇൻ ഫോർ ദിസ്. അല്ലെങ്കിൽ എന്താ പറയുക, വി ഹാവ് എൻ എക്സ്പീരിയൻസ് സെന്റർ, കം ഹിയർ ആൻഡ് മീറ്റ്. വി ഹാവ് എ ടീച്ചർ. നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അത് ഞങ്ങൾ ടീച്ചർ ഒന്ന് കണ്ടു നോക്കും, സംസാരിച്ച് നോക്കും. എന്നിട്ട് ഇഫ് യു ഫൈൻഡ് ദാറ്റ് ദെയർ ടീച്ചർ ഇസ് ബെറ്റർ, ദെൻ യു ഗോ ദെയർ. വി ആർ ഡയറക്ട്ലി ഗിവിംഗ് ദം ചാലഞ്ച്. നമ്മളെ കോൺഫിഡൻസ് നമ്മൾ പറയും. നമ്മളെ ടീച്ചറെ കണ്ട് സംസാരിച്ചിട്ട് ഇഫ് യു ആർ നോട്ട് കൺവിൻസ്, ഗോ സംവെയർ എൽസ്. ചിലപ്പോൾ അവിടെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു മോശം ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടീച്ചർ ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ പ്ലസ്, ആ പ്ലസ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് സെമിനാറിന് വിളിച്ചു വരുത്താം. ഫ്രീ ബീസ്, ഇതിപ്പം റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നിങ്ങളവിടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അവർ മന്ത്ലി ഒരു ദിവസം
ക്ലാസ് ഫിസിക്കലി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? കുട്ടികൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഡ്രോപ്പ് ഔട്ട് വല്ലാതെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് അവർ എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഓൾവേസ് ഇഫ് എനി വേ പോസിബിൾ കം ഡൗൺ ആൻഡ് ആസ്ക് ദം ടു കം ഡൗൺ ആൻഡ് വിസിറ്റ് അവർ സെന്റർ. ആൻഡ് ഫോളോ അപ്പ് സ്ക്രിപ്റ്റ്, കൃത്യമായിട്ട് ഫോളോ അപ്പ് സ്ക്രിപ്റ്റിൽ വാല്യൂസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ കുട്ടികളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അടുത്ത് അവരോട് ചോദിക്കേണ്ടത് വെൻ ആർ യു ഗോയിങ് ടു അഡ്മിറ്റ്, ഇന്നതാണ് ഞങ്ങളെ ബാച്ചിന്റെ സ്റ്റാർട്ട് ഡേറ്റ്. എന്നോട് പറഞ്ഞ ജനുവരി 27 സ്റ്റാർട്ട് ഡേറ്റ്. അന്ന് ഞങ്ങൾ ഇൻഡക്ഷൻ ആണ്. ഇൻഡക്ഷൻ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതുവരെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. എനിക്കറിയാം ബാച്ചിൽ അവർക്ക് 100 ആളുണ്ടെങ്കിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷെ അവർ അങ്ങനെയല്ല പറഞ്ഞത്, ഇൻഡക്ഷൻ 27 ഓക്കെ, ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് വൈ ദേ വോണ്ട് ടു ഡു ഇറ്റ്. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലുക്ക്, എനിക്ക് ഫണ്ട് ചെറിയ സർപ്ലസ് നീക്കിയിരിപ്പ് ഉണ്ടാവാറുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താ സാധനം എന്നുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റ്. ഇതേപോലെ എല്ലാവർക്കും ഒരു റീസൺ ഉണ്ട്. ആ റീസൺ അറിഞ്ഞാലേ നിങ്ങൾ കൃത്യമായിട്ട് അവരെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യു ഡോണ്ട് നോ ദ റീസൺസ് യു കനോട്ട് പുഷ് ദം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓർഗനൈസേഷൻ്റെ കോൺവൊക്കേഷന് പോയിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ടൊരു കോൺവൊക്കേഷൻ ആയിരുന്നു. ഭയങ്കര കരച്ചിലും എല്ലാവരും ഹൃദയം തട്ടിയിട്ടുള്ളതൊക്കെ. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ ഒരു ലൈഫിൽ വലിയ എക്സ്പീരിയൻസ്, വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതൊരു കോൺവൊക്കേഷൻ പങ്കെടുത്തിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കോൺവൊക്കേഷനിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു. ചിലപ്പോൾ ആ കോൺവൊക്കേഷൻ ആയിരിക്കാം അതിനുള്ള റീസൺ. സോ ഫൈൻഡ് ദ റീസൺ. ഓക്കെ, അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഐ വോണ്ട് ടു ഏൺ സം മണി. അപ്പോൾ ക്ലോസിങ് നിങ്ങൾ എന്താ ചോദിക്കണ്ടേ? അന്ന് മാഡം പറഞ്ഞിരുന്നില്ലേ, യു വോണ്ട് ടു ഏൺ സംതിങ്, എന്തിനകത്ത് ഡിലേ ആക്കുന്നത്? ദിസ് ഇസ് ദ റൈറ്റ് ടൈം ഫോർ യു ടു ഡു ഇറ്റ്. മാഡത്തിന് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്കറിയാം. ഇപ്പോഴാണ് 30% സേവ് ചെയ്യാം. 30% ഏകദേശം 3000 രൂപ മാഡത്തിന് സേവ് ചെയ്യാം. ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ഫോർ യു ടു ടേക്ക് അഡ്മിഷൻസ്. ക്ലിയർ ആണോ? ആർ യു വിത്ത് മീ എവ്രിവൺ? ബോയ്സ്, ഗേൾസ്, ആർ യു വിത്ത് മീ? Yes. Yeah. Yes. Yeah. 4 P's in sales: product, price, promotion, place. ഫിസിക്കൽ സെന്റർ നടത്തുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ജെൻസി നിങ്ങളുടെ സെന്ററിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് നിങ്ങളുടെ സെന്ററിന്റെ സെറ്റപ്പാണ്. ദേ ഡോണ്ട് വോണ്ട് ടു കം ഇൻ ടു എ നെഗറ്റീവ് സ്പേസ്. അവർ നെഗ് എന്നാണ് പറയുക, നെഗ് അടിക്കുക എന്നാണ് പറയാം. നെഗ് അടിക്കുന്ന സെന്റർ ആണോ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സ്റ്റാഫിനോട് സംസാരിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത്. ദിസ് ഈസ് വൺ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു ഹാവ് ടു മേക്ക്. എനിക്ക് നിങ്ങളെ സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത്രയും വളരെ സ്പെസിഫിക്കലി പറഞ്ഞു. ഇഫ് യു നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, പ്ലീസ് ഡു ദാറ്റ്. നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസ്, നിങ്ങളുടെ ക്ലാസ് റൂംസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ചെയർസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ടേബിൾസ്, മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളത് ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ക്രൂഷ്യൽ. അവിടെ നിങ്ങൾ പിശുക്കരുത്. കാരണം അവിടെ നിങ്ങൾ പിശുക്കുക, നിങ്ങൾ അത്രയും എഫേർട്ട് മാർക്കറ്റിലിട്ടുണ്ട്, അത്രയും കാരണം നിങ്ങളെ കൺവിൻസ് ആയി വരുന്നൊരു കുട്ടി നിങ്ങളെ സെന്റർ കണ്ടിട്ട് താല്പര്യമുണ്ട് ഇറങ്ങിപ്പോകുന്നത് എങ്ങനെ ഉണ്ടാവും? അവർ നിങ്ങളെ കോമ്പറ്റീറ്റിംഗ് ഓർഗനൈസേഷനിൽ പോയിട്ട് കാണുന്നത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ്. നിങ്ങളെക്കാൾ ഫീസിന് അവർ ജോയിൻ ചെയ്യാൻ തയ്യാറാവും. ഞാൻ പറഞ്ഞത് എഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഡു യു എഗ്രി വിത്ത് മീ? നമ്മളെ സെന്ററിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ഫീസ് അടച്ച അവർ ജോയിൻ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഐ ഹാവ് സീൻ ദിസ്. ഓക്കെ, ആംബിയൻസ് ഇസ് എ ഡീൽ മേക്കർ ഓർ എ ഡീൽ ബ്രേക്കർ. ഇപ്പോഴത്തെ റീസെന്റ് സ്റ്റഡിയിൽ ഞാൻ എടുത്തതാണ്, 60% ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ക്ലീൻ, പ്രൊഫഷണൽ, ടെക് എൻവയൺമെന്റ് എന്നാണ് പറയുന്നത്. അവർ കാണാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സ്ക്രീനാണ്, വളരെ ക്ലീൻ അറ്റ്മോസ്ഫിയർ ആണ്, പ്രൊഫഷണൽ ആയിട്ടിരിക്കുന്ന ഒരു കൗൺസിലറാണ്, അവരിരിക്കുന്ന ചെയർസ്. 4th P is always place. 4th എന്താണ്? പ്ലേസ്. നിങ്ങളുടെ ഹൗ യുവർ ആംബിയൻസ് ലുക്സ് ലൈക്ക്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സ്ക്രിപ്റ്റ് ഓർഡർ to sum up of what we have said: who you are, നമ്മൾ ആരാണ്, കമ്പനി എന്താണ്, what's our atmosphere, product or service, how it solves your problem, and most importantly addressing their fears. പാസ് പെർസെൻറ്റേജ്, ഞങ്ങളെ പാസ് പെർസെൻറ്റ് 95% ആണ്. സമാധാനം. വി ഹാവ് 100% പാസ് റേറ്റ്. കുട്ടി 100% സമാധാനമായി, അടച്ച പൈസ എവിടെയും പോലെയുള്ള ഞാനും പാസ്സാവും. ഹൗ ഈസി ഇറ്റ് ഇസ് ടു ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ്, ഹൗ പ്രോസ്പെക്ട് ചെയ്ത് പഠിച്ചുള്ള ഗുണങ്ങൾ എന്താണ്, എക്സാമിന്റെ വാല്യൂ, സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ക്രിപ്റ്റ് ഓർഡർ. ഞാൻ ഈ സെയിം പ്രസന്റേഷൻ ഇന്ന് വന്ന് എല്ലാവർക്കും ഞാൻ അയച്ചിരുന്നുണ്ടാവും. സോ ദാറ്റ് യു വാണ്ട് ടു ഗോ ബാക്ക് ടു ദിസ്, യു കൻ ഓൾവേസ് റെഫർ ദിസ് സ്ലൈഡ്. ഓക്കെ, കമ്പയർ ടു കോമ്പീറ്റ്. പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ കോമ്പറ്റീറ്ററിനെ പഠിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്, ഞാൻ അടക്കമുള്ള ആസ് എൻ ഓണ്ടർപ്രണർ എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് ചിലപ്പോൾ അത് തന്നെയായിരിക്കും. ഐ ഡോണ്ട് ഡു അഗ്രസീവ് ഓർ കോംപ്രിഹെൻസീവ് കോമ്പറ്റേറ്റീവ് സ്റ്റഡി. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വൈ യു ആർ ലൂസിങ് യുവർ കസ്റ്റമേഴ്സ്. സോ ഒരു കസ്റ്റമറെ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരെക്കാൾ മെച്ചപ്പെട്ടതാണ് നിങ്ങൾ എന്നുള്ള സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് യു ഹാവ് ടു പ്രസന്റ് ഇറ്റ് പോസിറ്റീവ്ലി വിത്തൗട്ട് കട്ടിങ് ദെയർ എഡ്ജ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെടുത്ത് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ മോശമാണ്. ഈ കുട്ടി ചിലപ്പോൾ അവിടുത്തെ എൻക്വയറി വന്ന സ്റ്റാഫായിരിക്കും.
അതോടുകൂടി അവർ നിങ്ങൾ ശത്രുവായി. സോ ഐ സജസ്റ്റ് ഡോണ്ട് ടേക്ക് നെയിംസ്. ഓർഗനൈസേഷൻ്റെ പേര് കുട്ടി ഇങ്ങോട്ട് പേര് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പേര് പറയാതിരിക്കാം. സോ ഓർഗനൈസേഷൻസ് ഒരുപാടുണ്ട്, ബട്ട് ദിസ് ഇസ് ആർ ട്രാക്ക്. വി ഹാവ് 100% പ്ലേസ്മെന്റ് ട്രാക്ക്. ഇന്നലെ ഞാൻ കേട്ടത് കൊച്ചിയിലുള്ള ഓർഗനൈസേഷൻ പോയതാണ്. വി ഹാവ് 100% പ്ലേസ്മെന്റ് ട്രാക്ക്. 1.25 ലക്ഷം രൂപ ലോജിസ്റ്റിക്സ് കോഴ്സിന് ഒരു ചാർജ് ഉണ്ട്. 100% പ്ലേസ്മെന്റ് അഷ്വർഡ് വിത്ത് പ്ലേസ്മെന്റ് ട്രാക്ക്. ഇതേപോലത്തെ USPs ഉണ്ടാക്കുക എന്നുള്ളതാണ് ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ഗിവ് ദം കോൺഫിഡൻസ്. ആൻഡ് ഇഫ് ദേ ആർ സ്റ്റിൽ സേയിങ് നോ, ഇറ്റ് ഇസ് ഓക്കെ. നോ മീൻസ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ദേ ആർ നോട്ട് റെഡി, ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ്, നോട്ട് ക്ലിയർ. ഒരാൾ നോ പറഞ്ഞാൽ ഉടനെ ഓക്കെ സാറേ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോൺ വെക്കലല്ല. സാറേ എന്തായിരുന്നു റീസൺ? ടൈം ലൈൻ ആണോ, ഫീസാണോ, അല്ല കോഴ്സ്, എന്താ റീസൺ എന്ന് ചോദിക്കാം. ഇപ്പം എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സെയിൽ ഉണ്ടായിരുന്നു ഒന്ന്, ഒരു ഫ്രാഞ്ചൈസ് സെയിലായിരുന്നു. സാറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, മേ ബി യു നോ ദം. എന്നോട് പറഞ്ഞതില്ല, ഞാനത് ചെയ്യുന്നില്ല. 2-3 തവണ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ദിവസം ഞാൻ വ്യക്തിപരമായിട്ട് വോയിസ് ഇട്ടു, സാറേ കാരണം സാർ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, യു വോണ്ട് ടു ചേഞ്ച് ലൈഫ്സ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറേ കാലം പ്രവാസിയായിരുന്നു, എനിക്കിനി എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യണമെന്നുണ്ട്. എനിക്കറിയാം, ഈ കോഴ്സ് പഠിച്ച കുട്ടികൾ രക്ഷപ്പെടുന്നത് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ ഈ സെയിം കോണ്ടെക്സ്റ്റ് പറഞ്ഞു, സാർ യു വോണ്ട് ടു ചേഞ്ച് ലൈഫ്സ് അറൗണ്ട്. പക്ഷെ ഇപ്പം എന്താ റീസൺ എന്താ? അപ്പം എൻ്റെ ലാസ്റ്റ് പറഞ്ഞ ഇതാണ്, ലുക്ക് എനിക്കിതിൽ ഡൊമൈൻ എക്സ്പീരിയൻസ് ഇല്ല, ഐ ഡോണ്ട് നോ ദിസ്, എനിക്ക് ബിസിനസ്സേ അറിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു റൺ ദിസ് ബിസിനസ്. അങ്ങനെ 2 തവണ നോ പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കൊച്ചിയിലുള്ള ഒരു ഓർഗനൈസേഷനെ ഫൈൻഡ് ചെയ്ത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഫൈൻഡ് ചെയ്ത്, ഞാൻ അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ട്, ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. ദേ കൊളാബറേറ്റഡ് ആൻഡ് ഐ കുഡ് സെൽ. If they are saying no, it means they are not ready, they are not confident, they are not clear. ഈ നോ നമുക്ക് മുറിച്ച് കീറി മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ വി ആർ നോട്ട് എ ഗുഡ് സെയിൽസ് പേഴ്സൺ, വി ആർ ഫെയിലിംഗ് ആസ് എ സെയിൽസ് പേഴ്സൺ. സോ ഇഫ് യു വാണ്ട് ടു സക്സീഡ്, ഗോ ഡീപ്പർ ഇൻ ടു നോ. എന്തുകൊണ്ട് നോ എന്ന് നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ക്ലിയർ ആണോ? നെവർ ഫിയർ യുവർ കസ്റ്റമേഴ്സ്, ദേ ആർ ഓൾ പീപ്പിൾ ലൈക്ക് us. നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചില സമയത്ത് പറയേണ്ട ആ കസ്റ്റമർ ഷൗട്ട് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ നെക്സ്റ്റ് ഡേ ഒന്ന് വിളിച്ചു നോക്കുക അവരെ. അവർക്ക് ഓർമ്മ കൂടി ഉണ്ടാവും നിങ്ങൾ ഷൗട്ട് ചെയ്ത്. ദേ വുഡ് ഹാവ് ഫോർഗോട്ടൺ ഇറ്റ്. ചിലപ്പോൾ ഭാര്യയായിട്ട് കച്ചറ കൂടി നിൽക്കുമായിരിക്കും. വി ഡോണ്ട് നോ. ആർ യു വിത്ത് മീ? ആർ യു വിത്ത് മീ എവ്രിവൺ? Yes, sir. ഓൾവേസ് ഷെയർ സ്റ്റോറീസ്. നിങ്ങൾ സ്റ്റോറി പറയുമ്പോൾ അവർ കണക്ട് ആവും. ഓൾവേസ് ഷെയർ ട്രൂ സ്റ്റോറീസ്. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ കൺവിൻസ്ഡ്, ഹാർഡ് സെൽ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ ലോകത്ത് വിൽക്കപ്പെടുന്ന നല്ല കാര്യങ്ങളെല്ലാം ഡിഫിക്കൽട്ടായിട്ട് സെല് ചെയ്യണതാണ്. ചീത്ത കാര്യങ്ങളൊക്കെ ഒന്നും ഡിഫിക്കൽട്ടിൻ്റെ ആവശ്യമില്ല. ബീവറേജ് കോർപ്പറേഷൻ ഒരു തിക്കും തിരക്കും, നമ്മൾ ആരും ഒരു ആഡും വേണ്ട, പുഷും വേണ്ട, ഒന്നും വേണ്ട, ബീവറേജ് നല്ല സെയിൽസ് നടക്കുന്നുണ്ട്. ഇതേപോലെ ചീത്തതാണെങ്കിൽ സെല് ചെയ്യാൻ എളുപ്പമാണ്, നല്ലതാണെങ്കിൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു സെൽ. ആർ യു വിത്ത് മീ? അതുകൊണ്ട് ഇഫ് യു ആർ ഫേസിങ് സീരിയസ് ഇഷ്യൂസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ്. ഒന്ന് അല്ല എങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരു സെല്ലബിൾ പ്രൊഡക്റ്റ് അല്ല. അപ്പൊ നിങ്ങൾ കൺവിൻസ്ഡ് അല്ല എങ്കിൽ, if as a salesperson, if you are not convinced, go and speak to your manager, go and speak to your entrepreneur. Look sir, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. I say this to my say franchises. ഞാൻ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ പറഞ്ഞു, ലുക്ക് ഐ എം നോട്ട് കോൺഫിഡൻറ്റ്, നിങ്ങളെ സെല് ചെയ്യാൻ കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല. സോ ഹൗ ക്യാൻ ഐ സെൽ യു? അതിന് പറയാറുണ്ട്, ബൈ ബിഫോർ യു സെൽ. BBS എന്ന പ്രിൻസിപ്പിളാണ്, ബൈ ബിഫോർ യു സെൽ. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, നിങ്ങൾ വാങ്ങും. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ വിൽക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചെടുക്കുക. ആൻഡ് ബി കോൺഫിഡൻസ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി 12 ടച്ച് സെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 12 ടച്ച് ഇമ്പോർട്ടൻറ്റ്. 12 ടച്ച് സെയിൽസ് എന്ന് പറയുന്ന റീസൺ അതാണ്. 3% ആൾക്കാരെ ഇപ്പം ഞാൻ വാങ്ങാൻ ഡേറ്റുള്ളൂ, ബാക്കി 97% ആൾക്കാരും നോക്കട്ടെ, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം വേണ്ട, നോക്കട്ടെ, ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നില്ല. ഞാൻ 30% ആൾക്കാർ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. 30% നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, ബാക്കി 70% നമുക്ക് 12 ടച്ചസ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഒരു ലീഡറെ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് മുമ്പ് മിനിമം 12 ടച്ചസ് എങ്കിലും വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, നമ്മളെ ഓർഗനൈസേഷനിൽ നിർബന്ധമാണ് 12 ടച്ചസ്, either ത്രൂ കോൾസ് ഓർ ത്രൂ വാട്സാപ്പ് മെസ്സേജ് ഓർ ത്രൂ സം അതർ മീഡിയ. നിർബന്ധമായിട്ട് അവരായിട്ട് 12 ടച്ചസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, സോ ടു ക്ലോസ്, ഡോണ്ട് ജസ്റ്റ് ഫോളോ അപ്പ്, യു ഹാവ് ടു ആസ്ക് ഡയറക്റ്റ്. പലപ്പോഴും കണ്ട് ഫീച്ചേഴ്സ് പറയും, അത് പറയും, ഇത് പറയും. അവരുടെ ആ ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് മറ്റേ മോഹൻലാൽ പറയുന്നില്ല സിനിമയിൽ, ഏതൊരു പഴയ സിനിമയിൽ, ഞാനൊരു 80s കിഡ് ആയതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുള്ളതാണ്, പോരുന്നോ കൂടെ എന്ന് ശോഭനോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മോഹൻലാൽ. ആ ചോദ്യമുണ്ടല്ലോ,
സാറേ എന്നാൽ പിന്നെ എടുക്കുമല്ലേ സാർ, പർച്ചേസ് ചെയ്യുമല്ലേ, കാർഡാണോ ക്യാഷ് ആണോ സാർ, ഇന്ന് ചെയ്യുമല്ലേ, ഞാൻ ലിങ്ക് അയച്ചേക്കട്ടെ. ഇത് ചോദിക്കാനുള്ള ധൈര്യം പലപ്പോഴും ഫ്രഷേഴ്സിന് ഞാൻ കണ്ടിട്ടില്ല. സെയിൽസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവെ ഇത് പറയാനൊരു പേടിയാണ്. വൈ ഷുഡ് യു ഫിയർ? അവർ വാങ്ങാനുള്ളതാണ്. ഇഫ് ദേ ആർ കൺവിൻസ് ദേ വിൽ ബൈ. ആസ്ക് ഡയറക്റ്റ്. സാറേ വാങ്ങുമല്ലേ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സാർ ഇന്ന് ചെയ്യുമല്ലേ, നമ്മൾ ക്യാഷ് ആണോ അല്ലെങ്കിൽ കാർഡാണോ, എങ്ങനെയാണ് സാർ ചെയ്യുന്നത്? സാർ ദ ഫോം ഫിൽ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം വാങ്ങുക, സാർ ക്യാഷ് അടച്ചോളൂ, വിൽ എൻറോൾ. ക്ലിയർ ആണോ? ആസ്ക് ഡയറക്റ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് റെഫറൽ. ഒരു ഓർഗനൈസേഷൻ 30% സെയിൽസ് വരുന്നത് റെഫറൽസിലൂടെ ആയിരിക്കണം. ഓക്കെ, 4:15 എൻഡ് ചെയ്യും കേട്ടോ. അനദർ 5 more minutes. 30% ഓഫ് ദി സെയിൽസ് മസ്റ്റ് ബി ത്രൂ റെഫറൽസ് ഓൺലി. 30% നിങ്ങളെ സെയിൽസ് റെഫറൽസിൽ വന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ മീറ്റിംഗ് വെക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം ഒന്നുകിൽ അവർ ഹാപ്പി അല്ല, അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് നിങ്ങൾ സെയിൽസ് ചോദിക്കുന്നില്ല. 6 റീസൺസ് ആണ് വൈ യു ഡോണ്ട് ആസ്ക് റെഫറൻസ്. ഒന്ന്, നിങ്ങൾക്ക് തോന്നുവാണ് റെഫറൻസ് ചോദിക്കാനുള്ള സർവീസും നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല, എനിക്ക് ചോദിക്കാനേ മടിയാ റെഫറൻസ്, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനോടും ഏറ്റവും ചുരുങ്ങിയത് 3 റെഫറൻസ് നിങ്ങൾ ചോദിക്കണം. ലുക്ക്, അവനോട് പറയേണ്ടത് ഇപ്പോൾ സനലിനാണ്, സനൽ ലുക്ക് ഐ നോ യു ആർ ഹാപ്പി, നിങ്ങൾക്ക് ജോലിയും കിട്ടിയിട്ടുണ്ട്, ഗിവ് മി 5 സ്റ്റുഡൻസ് റെഫറൻസ്, 5 കുട്ടികളെ റെഫറൻസ് എനിക്ക് തരും, വി ക്യാൻ ഹെൽപ്പ് ദെയർ ലൈഫ് ടു ബി ചേഞ്ച്ഡ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? ഒന്ന്, നിങ്ങൾ കൺവിൻസ്ഡ് ആയിരിക്കണം ദാറ്റ് യു ഹാവ് സെർവ് ദാറ്റ് സ്റ്റുഡൻറ് റിയലി വെൽ. ആ കുട്ടീനെ നന്നായിട്ട് സെർവ് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സെയിൽസിലെ ആൾക്കാർക്ക് സെയിൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ പാസ്സായി പോകുന്നത് വരെ ആ കുട്ടീനോട് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം അവിടെ വിട്ട് കഴിഞ്ഞാൽ ടീച്ചർ, ഇനി ഞാൻ നോക്കണ ടീച്ചറല്ലേ നോക്കുക, അല്ല, നിങ്ങളാണ് നോക്കേണ്ടത്. കാരണം നാളത്തെ നിങ്ങളെ സെയിൽ ആ കുട്ടിയിലൂടെ വരണ്ടേ. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ എവറി അഡ്മിഷൻ ദാറ്റ് യു ടേക്ക്. സാറേ, ഓ, സാർ ഇത് പറയുമ്പോഴേ ഞാൻ എൻ്റെ ഒരു ഫീൽ ഞാൻ ഷെയർ ചെയ്യുക. പറയൂ സാറേ. ഞാൻ ഒരു വർഷം ഗവൺമെന്റ് ലെവലിൽ 6 സ്റ്റുഡൻസിനെ ഞാൻ തന്നെ ഇടപെട്ട് ഇന്റർവ്യൂവിന് കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇവരൊക്കെ ഇന്നും ജോലി ചെയ്യുന്നുണ്ട് 18 വർഷമായിട്ട് ഗവൺമെന്റ് സർവീസിൽ. ഇവരൊന്നും തിരിഞ്ഞ് ഇന്ന് വരെ എന്നെ ഇവരോടൊക്കെ പറയുമല്ലോ, പക്ഷെ നത്തിങ് ഹാപ്പൻ. അപ്പം സാറിത് പറയുമ്പോൾ എൻ്റെ ഒരു നെഗറ്റീവ്, കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ മനസ്സ് വെച്ച മുഴുവൻ പേർക്ക് ഞാൻ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഒരാൾ പോലും ഒരു സ്റ്റുഡൻസിനെ കൊണ്ടുതരുമോ അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുകയോ ചെയ്യുന്ന കേട്ടിട്ടില്ല. ഇത് ഭയങ്കര നെഗറ്റീവാണ്, എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ചോദിക്കാൻ അവരെയൊന്നും നമ്മൾ കണ്ടുമുട്ടാൻ പോലും പറ്റത്തില്ല. വിളിച്ചാൽ ഞങ്ങൾ ജോലിയില്ലാന്ന് പറയും. അല്ല, സാറി പറഞ്ഞതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ ഉള്ളൂ. വല്ലതും പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് മനസ്സിലായി സാറേ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ഗുഡ് റെഫറൻസസ്. ഇപ്പോൾ നമ്മൾ B2B ചെയ്യുന്നുണ്ട്, B2C ചെറിയ ലെവലിൽ ചെയ്യുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് ഗുഡ് റെഫറൻസസ്. ഇത് തരുന്നില്ല, നമ്മൾ ചോദിക്കും എന്താ റീസൺ, ആർ യു ഹാപ്പി വിത്ത് അസ്, ഞങ്ങളിൽ ഹാപ്പി അല്ലാത്ത എന്ത് സിറ്റുവേഷൻ ഉണ്ടോ, ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടോ, ആസ്ക് ദം. നോ, ഡയറക്ട്ലി ഗോ ആൻഡ് ആസ്ക് ദം. കാരണം അവർ ഒരു ഫോർമലി ചോദിച്ച പോലെ അവർ ഫോഴ്സ്ഫുള്ളി തന്നെ ചോദിക്കാം. വി ഹാവ് ഗിവൺ ദം സർവീസസ്, വി ഹാവ്, അവരുടെ ലൈഫ് എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ കാരണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കൂടെ നിർത്തി പഠിപ്പിച്ച്, അതായത് ടെക്നോ പാർക്കിൽ കൊണ്ട് ജോലി വാങ്ങിച്ചു കൊടുത്ത പിള്ളേരുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ കൂടെ കോൾ ആഡ് ചെയ്യും, ഞാൻ ചോദിക്കാം റീസൺ. സാറിന്റെ സുഹൃത്താണ്, ഇങ്ങനെ സാറിന് ഒരു വിഷമമുണ്ട്, ഇങ്ങനെ ഒരുപാട് കുട്ടികളെ സാർ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ ഒരാൾ പോലും റെഫറൻസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു, എന്താ റീസൺ എന്ന് നേരിട്ട് ചോദിക്കാലോ. സാർ എന്നെ കോൾ ആഡ് ചെയ്തോ, സാർ എന്നെ അറിയാലോ, ഈ ആഡ് കോൾ. ഓക്കെ ഓക്കെ, 100%. ഞാൻ പറഞ്ഞത് നമ്മൾ തുറന്ന് ചോദിക്കുവാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അവർ പറയുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അവർ പറയുവാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, അല്ല ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, ഞാൻ വിട്ടുപോയതാ, മറന്നുപോയതാ, അല്ലെ എനിക്ക് റെഫറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, അത് ഓക്കെയാണ്. ബട്ട് ആസ്ക് ദം, തുറന്ന മനസ്സുമായിട്ട് ചോദിക്കുക. അവർ പറഞ്ഞ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം എന്ന് മാത്രം. ആ ഒരു ആയിരിക്കണം. ചിലപ്പോൾ അത് നമ്മളെ ക്രിറ്റിസിസം ആയിരിക്കാം, ദാറ്റ്സ് ഓക്കെ. നമ്മളെ ഏറ്റവും നല്ല ക്രിറ്റിസിസമാണ് നമ്മളെ ഏറ്റവും വലിയ വളം എന്ന് പറയുന്നത്. അതെ അതെ, അത് അഗ്രി ചെയ്യുന്നു. നമ്മൾ മാറില്ല. അതോ ഈ നാടിന്റെ പ്രത്യേകതയാണോന്ന് ഞാൻ ആകെ ആലോചിക്കാറുള്ളൂ. ഇല്ല സാറേ, ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഞാൻ ഒരു കാലത്ത് അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു, തെക്കന്മാർ വടക്കന്മാർ അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട്, നല്ല ഗുഡ് കസ്റ്റമേഴ്സ്, ബാഡ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഹാപ്പി കസ്റ്റമേഴ്സ് ആണെങ്കിൽ ദേ ഗിവ് അസ്, എസ്പെഷ്യലി നമ്മൾ ഡിലൈറ്റ് ചെയ്യുന്ന സമയത്ത്
ഇപ്പൊ ഇവിടെ സാർ വി ഹവ് നോട്ട് ആസ്ഡ് എ സിംഗിൾ പെന്നി ഫ്രം അവർ കസ്റ്റമേഴ്സ്. ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി നമ്മളെ കസ്റ്റമേഴ്സിനോട് വി ഹവ് നോട്ട് ആസ്ഡ് എ സിംഗിൾ പെന്നി ഫോർ ദിസ് ക്ലാസ്. നമ്മൾ അവരെ ഡിലൈറ്റ് ചെയ്യുകയാണെങ്കിൽ 100% സാർ ഇപ്പൊ നമ്മളെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ സാറ് ഹാപ്പി ആണെങ്കിൽ ഉടനെ ദിവ്യമ്മയുടെ സാറ് വിളിച്ചുകൊണ്ട് ലീഡ് റെഫറൻസ് ചോദിക്കും. സാറ് ഹാപ്പി ആണെന്ന് അവർക്ക് ഷുവർ ആവണം, അപ്പോഴേ അവർ ചോദിക്കുള്ളൂ, അതുവരെ റെഫറൻസ് ചോദിക്കില്ല. വി ഹാവ് എ റെഫറൻസ് വീക്ക്. നമ്മൾ മാസത്തിൽ എനിക്കൊന്ന് 2-3 മാസം കൂടുമ്പോൾ റെഫറൻസ് വീക്ക് ഉണ്ട്. ആ വീക്കിൽ അവർ ചോദിക്കുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമറെ വിളിച്ചിട്ട് റെഫറൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് ഇപ്പോൾ റീസെന്റ് പോലും നമുക്കൊരു 6 കസ്റ്റമേഴ്സ് വന്നത് ഒരു ഒറ്റ സിംഗിൾ കസ്റ്റമർ എന്ന റെഫറൻസ് ആണ്. സോ ഇഫ് യുവർ സർവീസ് ഇസ് റിയലി ഗുഡ്, ഇറ്റ് ഇസ് യുവർ റൈറ്റ് ടു ആസ്ക് ഫോർ ലീഡ്സ്. അത് അവർ തരേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, ശരി. ഞങ്ങളിപ്പോൾ ഞാൻ ഓർഗനൈസേഷൻ കൺവോക്കേഷന് പോയിരുന്നു. അവിടെ ഉള്ള ഷബ്നം മാം അവിടെ ഉണ്ടോ? Are you there? Shabnam ma'am, are you there? Surya, Shabnam. സർ ആക്ച്വലി നമുക്കിപ്പം കോർ മീറ്റിംഗ് ഉണ്ടായിരുന്നു സർ, അത് കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ലീവ് ആണ്. ഓക്കെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ചോദിക്കൂ, sir. കോൺവോക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചത് എന്താ? ഇഫ് യു ആർ ഹാപ്പി വിത്ത് us, എന്താ പറഞ്ഞ നമ്മൾ അവരോട്? then they gave the references sir. കാരണം അവര് ഹാപ്പിയാണ്, അവരെ പ്ലേസ്ഡ് ആയി. പിന്നെ അതുകൊണ്ട് തന്നെ അവര് നമുക്ക് റെഫറൻസ് തന്നു. ഇപ്പോഴും നമുക്ക് നമ്മുടെ അഡ്മിഷൻസിൽ നമുക്ക് എപ്പോഴും നമുക്ക് റെഫറൻസ് കിട്ടാറുണ്ട്. ഇപ്പം ലാസ്റ്റ് ഡേ ആണെങ്കിലും നമ്മുടെ ബ്ലെസ്സിക്ക് ഒരു ലോഗിൻ ടൂൽ ഒരു ലീഡ് വന്നു, സംസാരിച്ചു. അതിൽ നിന്ന് നമുക്ക് 2 റെഫറൻസ് കിട്ടി. ആ കുട്ടി അഡ്മിഷൻ എടുത്തു, അതിന്റെ കസിന്റെ ഫ്രണ്ടിനെയും നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് റെഫറൻസ് കിട്ടി സർ. സൂപ്പർ. സോ ഇഫ് യു ആർ കോൺഫിഡന്റ്, ദിസ് ഇസ് വാട്ട് യു. അവരെ ഹാപ്പി ആവുന്ന മൊമെന്റിൽ വേണം അത് ചോദിക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വിട്ടു. നമ്മളൊക്കെ മനുഷ്യന്മാരല്ല, വി ഫർഗെറ്റ് വിത്ത് our priorities changes. Okay, thank you madam, thank you so much. So this is very important. Yeah, this is very important that the moment you are delighted, you have to ask. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വൈബ് മാറിപ്പോകും കേട്ടോ. ഓക്കെ, സോ ബിഗസ്റ്റ് ചാലഞ്ചസ് ലീഡ് മാനേജ്മെന്റ്. അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല, കൃത്യമായിട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന നോട്ട്സ് മാർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടേക്ക് നോട്ട്സ്, കൃത്യമായിട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം, നർച്ചർ ചെയ്യണം, ആസ്ക് ഫോർ സെയിൽസ്. അറിയാത്തൊരു കാര്യമായിരിക്കും TTK, ടൈം ടു കിൽ. ചില ലീഡ് ഒരു സമയം കഴിഞ്ഞ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നമുക്ക് ഉറപ്പാണ് അതിനൊന്നും വരാനില്ല. ദാറ്റ്സ് കോൾഡ് TTK, ടൈം ടു കിൽ. ആ സമയത്ത് ആ ലീഡിനെ ഒഴിവാക്കണം. പിന്നെ അതിന് മുകളിൽ സമയം വേസ്റ്റ് ആക്കരുത്. റിവ്യൂ കൃത്യമായിട്ട് ചെയ്യുക. വർക്ക് വിത്ത് ഡയറക്ഷൻ ആൻഡ് റിയലിസ്റ്റിക്. സെയിൽ ഇസ് ബേസിക്കലി ഒരു മസിലാണ് വിച്ച് ആക്ച്വലി ഗ്രോസ് വിത്ത് റിജക്ഷൻസ് ആൻഡ് ലേണിംഗ്സ്. സോ സെയിൽസിൽ റിജക്ഷൻ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും സെയിൽസ് എക്സ്പേർട്ട് ആവില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ യു ആർ ഓൾ ഹണ്ടേഴ്സ്. ബി ഹണ്ടേഴ്സ് യുവർ സെൽഫ്. കാരണം ലൈഫിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ബിക്കോസ് യു ഹാവ് ഹാൻഡിൽ സോ മച്ച് റിജക്ഷൻസ്. ഈ റിജക്ഷൻസിന് സക്സസ്ഫുൾ ആയ ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. ചന്തു പറഞ്ഞതുപോലെ നിങ്ങളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ ചോദിക്കാം. വി ആർ വൈൻഡിങ് ഓഫ് ദ സെഷൻ ഇൻ അനദർ 4 minutes. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ് ആൻഡ് the session is all yours now. നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഹലോ പറയൂ. സർ, നമുക്ക് ടെലികോൾ ചെയ്ത് കൺവേർഷൻ ആയി അഡ്മിഷൻ വരുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന എണ്ണം കുറവാണ്. ഓക്കെ, അപ്പം അത് എന്തുകൊണ്ടായിരിക്കും സാർ? അതിന് നമുക്ക് എന്തൊക്കെയാണ്? അല്ല, അഡ്മിഷൻ ചെയ്തിട്ട് വന്നാലും പോരെ? അല്ല, നമുക്ക് എന്നാലും ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്ത് അഡ്മിഷൻ വളരെ കുറവാണ്. നമ്മൾ കൺവേർട്ട് ചെയ്ത് വിളിച്ചു. ഓക്കെ മാഡത്തിന് വാട്ട് ഇസ് ദ ഓവറോൾ കൺവേർഷൻ റേഷ്യോ? ലീഡ് ടു കൺവേർഷൻ റേഷ്യോ എന്താണ്? വാട്ട് ഇസ് ഇറ്റ്? നമുക്കൊരു 10 കോള് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരെണ്ണമെങ്കിലും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഗുഡ്. മാർക്കറ്റ് ഇപ്പോൾ 15% ആണ് കൺവേർഷൻ റേഷ്യോ. അതിൽ കൂടുതൽ വരാൻ പോസിബിലിറ്റി കുറവാണ്. പിന്നെ സെന്ററിൽ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇവന്റ്സ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം വലിയ ഓർഗനൈസേഷൻ, ഞാൻ മുമ്പ് കഴിഞ്ഞ തവണ മാർക്കറ്റിംഗിൽ അത് പറഞ്ഞിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് ഇവന്റ്സിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കുള്ള ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ പണ്ടത്തെ ഈ പഴയ സ്റ്റുഡൻസിനെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഇവന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഡു സം കൈൻഡ് ഓഫ് ഇവന്റ്സ്. ഒരു കോമ്പറ്റേറ്റീവ് ഇവന്റ് സ്കൂളിൽ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അങ്ങനെ കുറെ പഴയ സാധനങ്ങൾ ഇപ്പോഴും ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ ദേ ആർ ഡൂയിങ് ഇറ്റ്. യു ഹാവ് ടു ഫൈൻഡ് എ റീസൺ ഫോർ ദം ടു കം ഡൗൺ ടു യുവർ സെന്റർ. സെയിൽസിനായിട്ട് അവർ വരില്ല. കോൺവൊക്കേഷൻസ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റിഫ്രഷ്മെന്റ് പ്രോഗ്രാം അതെല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നവരുടെ കൗണ്ട് വളരെ കുറവാണ്. സ്വാഭാവികം. ഇപ്പോഴത്തെ കുട്ടികളൊന്നും താല്പര്യപ്പെടുന്നില്ലെന്നേ. ഞാൻ ഇപ്പൊ നമുക്ക് പോലും ഈ വെയിലത്തിറങ്ങി നടക്കാൻ താല്പര്യം ഉണ്ടാവും. വി ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. അതുകൊണ്ടാണ് ഈ കോളേജസിൽ പോയിട്ട് സെമിനാർ വെബിനാർ എടുക്കാനുള്ള റീസൺ. അതാണ് ആൾക്കാർ. കാരണം കുട്ടികൾ ഇങ്ങോട്ട് വരാൻ വി ഗോ ദർ ആൻഡ് ടേക്ക് ക്ലാസ്. ദാറ്റ്സ് ഓക്കെ.
Okay, thank you, sir. Thank you. Getting admissions, that is good. If you're not Okay. getting, then അപ്പം നമ്മൾ കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഇപ്പൊ ജോബ് ഫെയർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ മെന്റർ ഓർഗനൈസേഷൻ Okay. എല്ലാ മാസവും വീട് ജോബ് ഫെയർസ്, അത് ഓപ്പൺ ടു പബ്ലിക്, Okay. പബ്ലിക്കിന് ഓപ്പൺ ആണ്. അതൊരു നമ്മൾ Okay. സർവീസ് ആയിട്ട് കണ്ടതാണ്. വി ഹാവ് ടേക്കൺ ദാറ്റ് എസ് സർവീസ്. Okay. Thank you, sir. Thank you. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ കേട്ടോ. റൈറ്റ്, എനി ഫർദർ ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. ഐ ഹാവ് അനദർ 2 more minutes. നമുക്കൊന്ന് വൈൻഡ് ഓഫ് ചെയ്താലോ? ഷാലി വൈൻഡ് ഓഫ്? ബോയ്സ്, ഗേൾസ്, ഷാലി വൈൻഡ് ഓഫ്? Okay. Appo, Binay, thank you so much for joining and wishing you a great week and ahead. Bye-bye.